ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 38-ാമത്തെ വാക്യം നമുക്ക് വളരെ പരിചയമുള്ള ഒരു വേദവാക്യമാണ്. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 38-ാമത്തെ വാക്യം. അതിന് മറിയ, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ദൂതൻ അവളെ വിട്ടുപോയി. നമ്മളെല്ലാവരും ഒരു വലിയ നൊയമ്പിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. നൊയമ്പ് എന്ന് പറഞ്ഞാൽ വേനലിൽ നിന്ന് തണലിലേക്ക് മാറി നിൽക്കുക എന്നാണ് അർത്ഥം. ഒരു മാസം കഴിയുമ്പോൾ വചനിപ്പ് പെരുന്നാളാണ്. അതിനോടനുബന്ധിച്ചുള്ള തിരുവചനമാണ് ഞാനിവിടെ വായിച്ചത്. വിശുദ്ധ ലൂക്കോസ് വ്യത്യസ്തനായ ഒരു എഴുത്തുകാരനാണ്. പുതിയ നിയമത്തിലെ വളരെ വ്യത്യസ്തനായ ഒരു എഴുത്തുകാരൻ. എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത? യഹൂദനല്ലാത്ത ഏക എഴുത്തുകാരനാണ് വിശുദ്ധ ലൂക്കോസ്. മറ്റ് എല്ലാ ലേഖകരും യഹൂദന്മാരാണ്, എന്നാൽ ലൂക്കോസ് യഹൂദനല്ല. മാത്രമല്ല, ലൂക്കോസ് ഒരു സുവിശേഷകൻ, അദ്ദേഹം ഒരു ഡോക്ടറാണ്. അപ്പോൾ പുറജാതിക്കാരനായ ഒരു ഡോക്ടർ എഴുതിയ സുവിശേഷമാണ് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം. എങ്ങനെയാണ് പുറജാതിക്കാരനായ ലൂക്കോസ് സുവിശേഷം എഴുതുന്നതിനിടയായത് എന്നതിനെക്കുറിച്ച് പഠിച്ച ആളുകൾ പറയുന്നത്, സ്തേഫാനോസ് കല്ലേറേറ്റ് മരിക്കുമ്പോൾ ആ ക്രൂര കർമ്മത്തിന് സാക്ഷ്യം വഹിക്കുവാനായി റോമാ ഗവൺമെൻറ് ക്ഷണിച്ചുകൊണ്ട് വന്ന ഡോക്ടറാണ് ലൂക്കോസ് എന്നാണ് പറയുന്നത്. നമുക്കറിയാമല്ലോ, ഒരു കുറ്റവാളി വധിക്കപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹം മരിച്ചുവെന്ന് സാക്ഷ്യപ്പെടുത്തേണ്ട ജയിൽ ഡോക്ടറാണ്. കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി ലോകത്തിൽ ആദ്യമായി ഒരാൾ രക്തസാക്ഷിത്വം വരിക്കുകയാണ്. അതാണ് സ്തേഫാനോസിൻ്റെ മരണം. നമുക്കറിയാമല്ലോ, ആദ്യത്തെ രക്തസാക്ഷി. സ്തേഫാനോസ് കല്ലേറേറ്റ് മരിക്കുമ്പോൾ ആ ക്രൂര കർമ്മത്തിന് സാക്ഷ്യം വഹിക്കുകയാണ് വിശുദ്ധ ലൂക്കോസ്. അതിഭീകരമാണ്. ഇങ്ങനെ പല്ല ഇറുമ്മിക്കൊണ്ട് തന്നെ കല്ലെറിയുന്ന, ആ ഭീകരമായി തന്നെ കൊല്ലുന്ന ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച സ്തേഫാനോസ് ലൂക്കോസിൽ വലിയ ചലനങ്ങളുണ്ടാക്കി. നമുക്കറിയാമല്ലോ, വിശുദ്ധ പൗലോസിൻ്റെയും മാനസാന്തരത്തിന് ആദ്യത്തെ കാരണം സ്തേഫാനോസിൻ്റെ മരണമാണ്. അപ്പോൾ ആ സ്തേഫാനോസിൻ്റെ മരണവിധം വലിയ ചലനങ്ങൾ ഉണ്ടാക്കി ലൂക്കോസിൽ. നമ്മൾ പറയാറുണ്ട്, ക്രിസ്ത്യാനിറ്റി ഈസ് മെഷർഡ് നോട്ട് ബൈ ആക്ഷൻ ബട്ട് ബൈ റിയാക്ഷൻ. നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ടല്ല, അനുഭവങ്ങളുള്ള നമ്മുടെ പ്രതികരണങ്ങൾ കൊണ്ടാണ് ക്രിസ്ത്യാനിറ്റി അളക്കേണ്ടത് എന്ന് പറയാറുണ്ടല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഒരു ചെറുപ്പക്കാരന് മരിക്കാൻ സാധിക്കുന്നത്? തന്നെ കൊല്ലുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് മരിക്കുക. അപ്പോൾ ഇദ്ദേഹത്തെ ഇത്രമാത്രം സ്വാധീനം ചെലുത്തി യേശുവാര്? അത് വലിയ സംശയമുണ്ടാക്കി, വലിയ ചിന്തയുണ്ടാക്കി ലൂക്കോസിൽ. അപ്പോൾ അവിടെ കൂടിയിരുന്ന ആളുകൾ പറഞ്ഞു, വിശുദ്ധ യേശുവിൻ്റെ അമ്മ ഇന്നും ജീവനോടിരിപ്പുണ്ട്. അങ്ങനെ വിശുദ്ധ ലൂക്കോസ് വിശുദ്ധ കന്യാമറിയാമിനെ സന്ദർശിച്ചുവെന്നും കന്യാമറിയാം പറഞ്ഞു കൊടുത്തതനുസരിച്ചാണ് ലൂക്കോസ് സുവിശേഷം എഴുതുന്നതാണ് പറയുന്നത്. അതുകൊണ്ടാണ് മറ്റ് സുവിശേഷന്മാർക്ക് വിട്ടുപോയ പല രഹസ്യ സംഭാഷണങ്ങൾ വരെ വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ ഇന്ന് വായിച്ചതും അതാണ്. അതിന് മറിയ, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്നൊക്കെയുള്ളതൊരു കന്യാമറിയാമിൻ്റെ ആത്മഗതമാണ്. ഇതെങ്ങനെയാണ് ലൂക്കോസിൽ കിട്ടിയതെന്ന് ചോദിച്ചാൽ വിശുദ്ധ കന്യാമറിയാം തന്നെ പറഞ്ഞതാണ്. നമ്മൾ സുവിശേഷം കേൾക്കുവാനായിട്ട് വന്നിരിക്കുകയാണ്. സുവിശേഷ യോഗം ഇന്നിവിടെ ആരംഭിക്കുകയാണ്. നമ്മൾ എന്തിനാണ് സുവിശേഷ യോഗം കേൾക്കുവാനായിട്ട് വന്നത്? ഇവിടെ എനിക്ക് മുമ്പ് പ്രസംഗിച്ച അഭിവൻ തിരുമേനിമാരും എല്ലാവരും പറഞ്ഞതാണ്, എന്തിനാണ് നമ്മൾ വന്നിരിക്കുന്നത്. പണ്ട് നമ്മൾ ചെറുപ്പകാലത്ത് പഠിച്ച ഒരു റൈം ഞാൻ ഓർക്കുക, നേഴ്സറി റൈം. പുസി ക്യാറ്റ് വേർ ഹാവ് യു ബീൻ? ഐ ഹാവ് ബീൻ ടു ലണ്ടൻ ടു സീ ദ ക്വീൻ. പുസി ക്യാറ്റ് വാട്ട് ഡു യു സീ ദെയർ? ഐ സോ എ റാറ്റ് റണ്ണിങ് അറൗണ്ട് ദ ചെയർ എന്ന് പഠിച്ച ഒരു റൈം ഓർക്കുന്നു. അതായത്, പൂച്ചക്കുട്ടി നീ എവിടെ പോയേക്കുമായിരുന്നു? ഞാൻ ലണ്ടനിൽ പോയേക്കുമായിരുന്നു. പൂച്ചക്കുട്ടി നീ എന്തിനാണ് ലണ്ടനിൽ പോയത്? ഞാൻ റാണിയെ കാണാൻ പോയതാണ്, മഹാറാണിയെ കാണാൻ പോയതാണ്. എന്നിട്ട് നീ എന്ത് കണ്ടു? ഒരു എലി കസേരയുടെ ചുറ്റും ഓടുന്നത് കണ്ടേച്ച് ഞാനിങ്ങ് പോന്നു എന്നൊരു റൈം പഠിച്ചത് ഓർക്കുന്നു. പലപ്പോഴും നമ്മുടെ സുവിശേഷ യോഗത്തിന് വന്നിട്ട് കാണേണ്ടവനെ കണ്ടിട്ട് പോകണം, എന്തെങ്കിലും കണ്ടിട്ടോ കേട്ടിട്ടോ പോകുന്നവരായിട്ടല്ല. വിശുദ്ധ കന്യാമറിയാമിനെ ദൂതൻ സന്ദർശിക്കുന്നു. നമുക്കറിയാമല്ലോ, ദൈവത്തിൻ്റെ ചരിത്രത്തിലേക്കുള്ള പ്രവേശനം 2-3 തരത്തിലാണ് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. ആദ്യം കൽപ്പനയിലൂടെ, ന്യായപ്രമാണത്തിലൂടെ ദൈവം ജനതയിലേക്ക് പ്രവേശിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ആ ന്യായപ്രമാണം അവർ ത്യജിച്ച് കളഞ്ഞു. അതിനുശേഷം കനാൻ നാട്ടിൽ ചെന്നതിന് ശേഷം പ്രവാചകന്മാരിലൂടെ ദൈവശബ്ദം കേൾപ്പിക്കുവാനായിട്ട് ശ്രമിച്ച് പ്രവാചകന്മാരെ അവർ കല്ലെറിഞ്ഞ് കൊന്നുകൊണ്ടാണ് പറയുന്നത്. പിന്നീട് വർഷങ്ങൾക്ക് ശേഷമാണ്, നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ഈ ദൈവം
സമൂഹത്തിൽ പ്രവേശിക്കാൻ, ലോകത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അതിനുവേണ്ടി ദൈവം തിരഞ്ഞെടുത്ത ഒരു കന്യകയാണ് വിശുദ്ധ കന്യക മറിയം. കന്യക മറിയം തിരഞ്ഞെടുക്കപ്പെടുവാനായിട്ടുള്ള ഏറ്റവും വലിയ യോഗ്യത ഒരു കന്യകയാണ് എന്നത് തന്നെയാണ്. ഒരു വിശുദ്ധയായ കന്യകയാണ് എന്നതുകൊണ്ടാണ് ഈ കന്യക മറിയം തിരഞ്ഞെടുക്കപ്പെട്ടത്. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, അന്ന് നൂറ്റാണ്ടുകൾക്ക് മുൻപ് പ്രവാചകന്മാർ പറഞ്ഞു ഒരു മശിഹ വരും, അവൻ അത്ഭുത മന്ത്രിയായിരിക്കും, വീരനാം ദൈവമായിരിക്കും, നിത്യപിതാവായിരിക്കും, സമാധാന പ്രഭുവായിരിക്കും, അവൻ്റെ രാജ്യത്വത്തിന് അവസാനമുണ്ടാകുകയില്ല എന്നൊക്കെ വളരെ മനോഹരമായി മശിഹായെക്കുറിച്ച് പ്രവാചകന്മാർ പ്രവചിച്ചിരുന്നു. ആ പ്രവചനം കേട്ട നാൾ മുതൽ മംഗല്യവതികളായ എല്ലാ യഹൂദ സ്ത്രീകളും ആഗ്രഹിക്കുകയും നോയമ്പ് നോക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു, എൻ്റെ അടുത്ത കുഞ്ഞായിരിക്കണം മശിഹ. കാരണം അത്ര മനോഹരമാണ് ആ മശിഹ പറഞ്ഞത്. ഏതൊരമ്മയും ആഗ്രഹിച്ചു പോകും. അങ്ങനെ എല്ലാ സ്ത്രീകളും പ്രാർത്ഥിച്ചിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ ദൈവത്തിൻ്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ടത് ഒരിക്കലും അങ്ങനെ പ്രാർത്ഥിച്ചിട്ടില്ലാത്ത ഒരു യുവതിയുടെ അടുത്ത്, ഒരു ബാലികയുടെ അടുത്താണ്, ബാല്യക്കാരുടെ അടുത്താണ്. കാരണം വിവാഹം കഴിഞ്ഞിട്ടില്ല. വിവാഹം കഴിഞ്ഞിട്ടില്ലാത്ത ഒരു സ്ത്രീ ഒരിക്കലും കുഞ്ഞിനെക്കുറിച്ച് പ്രാർത്ഥിക്കത്തില്ലല്ലോ. ദൈവം ഇങ്ങനെയാണ് പലപ്പോഴും പ്രവർത്തിക്കുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ പ്രവർത്തിക്കുന്നവനല്ല ദൈവം. പലപ്പോഴും നമുക്ക് നമ്മുടെ നോയമ്പിലൂടെയോ ഉപവാസത്തിലൂടെയോ ഉപവാസ പ്രാർത്ഥനയിലൂടെയോ അല്ലെങ്കിൽ ശബ്ദകോലാഹലങ്ങളിലൂടെയൊക്കെ ദൈവത്തെ ഇങ്ങനെ നമ്മുടെ പരിധിയിൽ നിർത്താൻ ആഗ്രഹിക്കും. പക്ഷെ ഒരിക്കലും ദൈവം നമ്മുടെ ആഗ്രഹത്തിനൊത്ത് പ്രവർത്തിക്കുന്നവനല്ല. ദൈവത്തിന് ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ, ദൈവോദ്ദേശം നിറവേറണം. നമ്മുടെ ആരുടെയും കാര്യങ്ങൾ നടത്തരിക എന്നുള്ളതല്ല ദൈവത്തിൻ്റെ പ്രഥമ ഉദ്ദേശം. ദൈവത്തിൻ്റെ പരമപ്രധാനമായ ഉദ്ദേശം ദൈവേഷ്ടം നിറവേറ്റുക എന്നുള്ളതാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ടത് കന്യാമറിയാമിൻ്റെ അടുത്താണ്. ആഗ്രഹിക്കാത്ത, എന്നാൽ വിവാഹം നിശ്ചയിച്ചിരിക്കുന്ന, ഒരുപാട് സ്വപ്നങ്ങൾ നെയ്ത് തുടങ്ങിയ ഒരു പെൺകുട്ടിയുടെ അടുത്ത് വന്ന ദൂതൻ പറയുകയാണ്, മറിയേ നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. എന്നിട്ട് പറയുന്നത് വളരെ വേദനാജനമായൊരു പ്രസംഗമാണ്. എന്താണ് പറയുന്നത്? നീ ഗർഭം ധരിച്ചൊരു, ഇതെന്തൊരു കൃപയാണ്. നമ്മൾ സാധാരണ കൃപയെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിച്ചിരിക്കുന്നൊരു പദമാണ് അല്ലേ. നമ്മൾ കൃപയാൽ പറയും, കൃപയാൽ എൻ്റെ ചെറുക്കൻ കുവൈറ്റിൽ നിന്ന് സ്വർണ്ണ ബിസ്ക്കറ്റ് കൊണ്ടു, ദൈവകൃപയാ കസ്റ്റംസുകാർ കണ്ടില്ല. അല്ലെങ്കിൽ ഒട്ടുപാലിനകത്ത് മെറ്റൽ കയറ്റിക്കൊടുത്ത് ദൈവകൃപയാ കടക്കാരൻ പിടിച്ചില്ല. നമ്മൾ പലപ്പോഴും കൃപയെ ഇങ്ങനെ തെറ്റിദ്ധരിച്ചിരിക്കുക. അതായത് നമുക്കേതായിട്ട് ഇങ്ങോട്ട് ഉരുട്ടി കിട്ടുന്നതാണ് കൃപയെന്നാണ്. പക്ഷേ പ്രിയപ്പെട്ടവരെ, കൃപയെന്ന് പറയുന്നത് എന്താ ഇവിടെ പറയുന്നത്? പ്രതിസന്ധികളെ നേരിടുവാനുള്ള ദൈവിക ശക്തിയാണ്. മറിയേ നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു എന്ന് പറഞ്ഞത് വളരെ വേദനിപ്പിക്കുന്ന ഒരു പ്രസംഗമാണ്. സുവിശേഷ പ്രസംഗം കേൾക്കുമ്പോൾ നമുക്ക് എപ്പോഴും നോവണം. ഇതുവരെ ഞാൻ പറഞ്ഞു ഒന്നും കേട്ടില്ലേ? കേട്ടുമോ? സുവിശേഷ പ്രസംഗം നമ്മളെ നോവിപ്പിക്കണം. നമ്മൾ പലപ്പോഴും ഇന്നത്തെ പ്രസംഗം ഇന്നാർക്കേറ്റു എന്ന് പറഞ്ഞേച്ചു പോകുന്നതിനല്ല, എന്നോടെന്താണ് ദൈവത്തിന് പറയാനുള്ളത്. അതായത് നമ്മുടെ ഓരോ പ്രസംഗ കേൾവിയും നമ്മുടെ അവസാനത്തെ പ്രസംഗമാണെന്ന് വിചാരിക്കണം. നമ്മൾ പലപ്പോഴും നമ്മൾ കനാനായക്കാരും മർത്തമ്മക്കാരൊക്കെ നല്ല മനുഷ്യരാണ്. നമ്മൾ പിന്നെയും മാറ്റി വെക്കാം. ഇനി 25ാമത്തെ കൺവെൻഷൻ വരെ അന്ന് മാനസാന്തരപ്പെടാം. അന്ന് വരെ നമ്മളുണ്ടെന്ന് നമുക്കറിയത്തില്ല. അതുകൊണ്ട് ഓരോ പ്രസംഗവും നമ്മുടെ അവസാനത്തെ പ്രസംഗമാണെന്ന് ധരിക്കണം. പ്രസംഗിക്കുന്ന ഞാനും ധരിക്കണം, കേൾക്കുന്ന നിങ്ങളും ധരിക്കണം. ഇതെന്നെ പഠിപ്പിച്ചത് വിദേശത്തൊരു പള്ളിയിൽ ഞാൻ പ്രസംഗിക്കാൻ പോയപ്പോഴാണ്, ഒരു മർത്തമ്മ പള്ളിയിൽ. അവിടെ ജൂബിലിയോടനുബന്ധിച്ച് എന്നെ പ്രസംഗിക്കാൻ വിളിച്ചു. ഞാൻ ചെന്നു. വികാരിയച്ഛൻ എന്നെ സ്വാഗതം ചെയ്ത് അങ്ങ് പൊക്കി. മാർത്തോമാ സഭയുടെ അഭിമാനമാണ്, ആനയാണ് കൂനയാണെന്ന് പറഞ്ഞ് ഞാനങ്ങ് പൊങ്ങി. അല്പം പൊങ്ങിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്, പ്രസംഗപീഠത്തിൻ്റെ അവിടോട്ട് വന്നത്. ഇവിടെ വന്നത് കണ്ണടച്ച് തുറന്ന് നോക്കിയപ്പോൾ എഴുതി വെച്ചേക്കുന്നു, ഇത് എൻ്റെ അവസാനത്തെ പ്രസംഗമായിരിക്കും. എന്താ ചിരിച്ച് അറിയാനൊക്കുമോ? നിങ്ങൾക്കറിയാമെന്ന് തോന്നുന്നു. ദിസ് മേ ബി യുവർ ലാസ്റ്റ് സർമൺ. നല്ല ഗോൾഡൻ ലെറ്റേഴ്സിൽ എഴുതി വെച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അന്ന് തൊട്ട് ഞാനൊരു പാഠം പഠിച്ചു. പറയാനുള്ളത് പറയണം. മറിയേ നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു, നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കാൻ പോകുകയാണ്. അതുകൊണ്ട് സുവിശേഷ പ്രസംഗം എപ്പോഴും നമ്മളെ പ്രകോപിപ്പിക്കണം, നമ്മളെ വേദനിപ്പിക്കണം, നോവണം. നമ്മുടെ സ്വപ്നങ്ങൾ തകരുന്നിടത്താണ് ദൈവത്തിൻ്റെ പദ്ധതികൾ ആരംഭിക്കുന്നത്. മറിയ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങി. കല്യാണം ഉറച്ചാണല്ലോ, ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങി. മറിയോട് പറയാം, നിന്റെ സ്വപ്നങ്ങളെല്ലാം തകരാൻ പോവാണ്. നമ്മൾ പലപ്പോഴും നമ്മുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയാണ് ദൈവത്തിൻ്റെ അടുത്ത് വരുന്നത്. ഇപ്പം തന്നെ നിങ്ങൾ വന്നേക്കുന്നത് എന്തിനാണ്? ഒരുപാട് കാര്യങ്ങൾ പ്രാപിക്കാനാണ്. എനിക്ക് ഈ മർത്തമ്മക്കാരുടെ കാര്യം ശരിക്കും അറിയത്തുള്ളൂ. നമ്മളെ സഹോദരി സഭകളാണ്, മിക്കവാറും സ്വഭാവമൊക്കെ ഒന്നായിരിക്കും. കർത്താവേ, നിങ്ങൾ ഒഴിഞ്ഞ പാത്രങ്ങളായിട്ട് വന്നേക്കാണ്, നിങ്ങൾ നിറച്ച് വിടണേ. 2000 വർഷമായിട്ട് ഇങ്ങനെ ഒഴിഞ്ഞ പാത്രങ്ങളായിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒന്നും നേടാനല്ല, ചിലതൊക്കെ ഉപേക്ഷിക്കാനാണ്.
മാനസാന്തരത്തിൻ്റെ ആദ്യത്തെ പടി നേടുകയല്ല, ഉപേക്ഷണമാണ്. സ്വീകരണമല്ല, ഉപേക്ഷണമാണ് മാനസാന്തരത്തിൻ്റെ ആദ്യത്തെ പടി. അതുകൊണ്ട് ഈ രാത്രി, ഈ സന്ധ്യ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സ്വകാര്യ സ്വപ്നങ്ങളൊക്കെ ഉപേക്ഷിക്കണം. ദൈവപുത്രൻ നിന്റെ ഉള്ളിൽ ജനിക്കണമെന്നുണ്ടെങ്കിൽ നിന്റെ സ്വകാര്യ സ്വപ്നങ്ങൾ ഉപേക്ഷിച്ച് ദൈവത്തിൻ്റെ പദ്ധതിക്ക് വേണ്ടി നിന്നെ തന്നെ സമർപ്പിക്കണം. നന്നായിട്ട് നൊന്തും അറിയിക്കും. ഇവിടെ സ്വാഗത പ്രസംഗത്തിലൊക്കെ പറഞ്ഞ് നമ്മുടെ സമുദായ സെക്രട്ടറിയും പറഞ്ഞ് ഞാൻ എൻ്റെ അനുഭവ സാക്ഷ്യം പറയുമായിരിക്കും എന്ന്. എൻ്റെ പിതാവ് ഒരു സുവിശേഷ പ്രസംഗം കേട്ടതുകൊണ്ടാണ് എനിക്കിന്നിവിടെ നിങ്ങളോട് പ്രസംഗിക്കേണ്ടതായിട്ട് വന്നത്. ഒരു സുവിശേഷ പ്രസംഗം എൻ്റെ പിതാവ് കേൾക്കാനിടയായി. അപ്പം നിങ്ങൾ വിചാരിക്കും മാർത്തോമാ സഭയിൽ ഒരു അച്ഛൻ്റെ അപ്പൻ സുവിശേഷ പ്രസംഗം കേൾക്കുന്ന വലിയ കാര്യമാണ്. കാരണം അദ്ദേഹം ക്രിസ്ത്യാനിയല്ലായിരുന്നു. എൻ്റെ മാതാപിതാക്കൾ നായന്മാരാണ്. എൻ്റെ പിതാവിൻ്റെ വീട് കടമ്മനിട്ടയിലാണ്. കടമ്മനിട്ട വഴിത്താനത്ത് മേച്ചേരി പറമ്പിൽ കൃഷ്ണപിള്ളയാണ് എൻ്റെ പിതാവ്. എൻ്റെ അമ്മച്ചി റാന്നി കീക്കഴൂർ മുണ്ടപ്പിലാക്കൽ വലിയകാലായ ദേവകിയമ്മ. രണ്ടും നല്ല രണ്ട് ഓർത്തഡോക്സ് നായർ ഫാമിലീസാണ്. നല്ല ചുറ്റുപാടുകളൊക്കെയുള്ള ഫാമിലീസാണ്. പക്ഷേ എൻ്റെ അമ്മച്ചി നാമം ജപിക്കുന്ന നരകത്തീന്ന് എന്നെ കരകയറ്റിയിടണേ തിരുവയ്ക്കം വാഴി ശിവശംഭു എന്നാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വിചാരിക്കും ദേവകിയമ്മയ്ക്ക് എന്താ ഇത്ര നരകം? ജീവിത ചുറ്റുപാടിലുണ്ട്, പണമുണ്ട്, പ്രതാപമുണ്ട്, പിന്നെ എന്നാ ഇത്ര നരകം? എൻ്റെ പിതാവ് ഒരു അമിത മദ്യപാനിയായിരുന്നു. അമിത എന്നൊന്നും പറയാണ്ടല്ലോ, മിതമായ മദ്യപാനിയുണ്ടോ? ഇല്ലല്ലോ, മദ്യപാനം എല്ലാം അമിതമാണ്. ഞാൻ ഇത്രയെ കുടിക്കുക, കോട്ടായ കുടിക്കുക, അതൊക്കെ ചുമ്മാ ആണ്. മദ്യപാനം തുടങ്ങിയാൽ പിന്നെ അമിതം തന്നെയാണ്. തകർന്ന് തരിപ്പണമായിപ്പോയൊരു കുടുംബമാണ്. ഈ ലോകത്തിലൊരു നരകമുണ്ടെങ്കിൽ അത് മദ്യപാനിയുടെ വീടാണ്. മദ്യപാനി എന്ന് പറഞ്ഞപ്പോൾ ചിലരുടെയൊക്കെ ഓർമ്മ നിങ്ങളുടെ മനസ്സിൽ വന്നല്ലേ? കുടിച്ചേരി വഴി കിടക്കുന്ന ജോറൂട്ടി, കോവാലൻ, പാക്കരൻ, തോമ. അവ മാത്രമല്ല മദ്യപാനിയും. ബാറിൽ പോയി കുടിക്കുന്നവനും ക്ലബ്ബിൽ പോയി കുടിക്കുന്നവനും ഒക്കെ കുടിയനാണ്. അവനെയൊക്കെ നമ്മളിട്ട് നേതാക്കന്മാരാക്കുമെന്നേ ഉള്ളൂ. ഏത് വലിയവനാണേലും കുടിയനാണ്. അവൻ്റെ കുടുംബം നരകമാണ്. ആ നരകം അനുഭവിച്ച ആളാണ് എൻ്റെ അമ്മച്ചി. അതുകൊണ്ട് അങ്ങനെ നാമം ജപിച്ചു. എൻ്റെ പിതാവ് ആഗ്രഹിച്ചൊരു മോചനം ആഗ്രഹിക്കാത്ത കുടിയന്മാരുണ്ടോ? എല്ലാവരും ഡിസംബർ 31 രാത്രി മാനസാന്തരപ്പെട്ടില്ലേ? അച്ഛന്മാർ കാസാബിലാസാ കൊണ്ട് പടിഞ്ഞാറോട്ട് തിരിഞ്ഞപ്പോൾ എന്തോ ഒരു നെഞ്ചത്തടി, നിർത്തിയടി. പിള്ളേരുടെ തലയിൽ കൈവെക്കുന്നു, ഭാര്യയുടെ തലയിൽ എന്തോ ഒരു മാനസാന്തരമാണ്. അതുകൊണ്ടാണ് എൻ്റെ പ്രാർത്ഥന, കർത്താവെ നീ വരുമ്പോൾ ഒരു ജനുവരി 5 മുമ്പായി വരണേ. കാരണം ഒരു ജനുവരി 6 ധനഹായൊക്കെ ആകുമ്പോഴത്തേക്ക് ഗെയിൻ ശങ്കരൻ കോക്കനട്രി. എൻ്റെ പിതാവ് ആഗ്രഹിച്ചൊരു മോചനം. അദ്ദേഹം പോകാത്ത തീർത്ഥാടന കേന്ദ്രങ്ങളില്ല. കഠിനമായ നോയമ്പ് നോറ്റ് 14 വർഷം ശബരിമലയിൽ പോയി. പാദഹരേ പാപഹര എന്ന് പറഞ്ഞാൽ ചെരിപ്പിടാവ് അയ്യപ്പനെ തൊഴുതാൽ പാപഹരിക്കപ്പെട്ടവനായി മടങ്ങി വരാം. കഠിനമായ നോയമ്പ് നോറ്റാണ് പോകുന്നത്. പക്ഷെ അവിടെയൊക്കെ ചെല്ലുമ്പോൾ കേൾക്കുന്നത് എന്താണ്? പരിത്രാണായ സാധൂനാം വിനാശായ ദുഷ്കൃതം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ദുഷ്ടന്മാരെ നിഗ്രഹിച്ച് നീതിമാന്മാരെ രക്ഷിക്കാൻ യുഗങ്ങൾ തോറും ഞാൻ അവതരിക്കുവാൻ ദൈവങ്ങളുടെ മുൻപാകെ. എൻ്റെ പിതാവിൻ്റെ പേര് കൃഷ്ണപിള്ള എന്നാണ് അപ്പൂപ്പനും അമ്മമ്മയും ഇട്ടതെങ്കിലും 10-20 വയസ്സായപ്പോൾ നാട്ടുകാർ അദ്ദേഹത്തെ ഓമനി പേരിട്ട് വിളിക്കാൻ തുടങ്ങി, കേടി കൃഷ്ണപിള്ള എന്ന്. കേടി എന്ന് പറയുന്ന ഇനിഷ്യലല്ല, സ്വഭാവം കൊണ്ട് വിളിക്കുന്നതാണ്. അങ്ങനെ ജീവിക്കുന്ന ഒരാൾക്കെന്താണ്? നീതിമാന്മാരെ തേടിയോ ദൈവങ്ങളുടെ അടുത്ത് രക്ഷ. അദ്ദേഹം തിരിച്ചു വന്ന് നോമ്പ് നോറ്റതിൻ്റെ കേട് തീർത്ത് കുടിക്കാൻ തുടങ്ങി. അങ്ങനെ നാശത്തിലോട്ട് പൊയ്ക്കൊണ്ടിരുന്നു. ഏറ്റവും സങ്കടം, അദ്ദേഹത്തിൻ്റെ ഇടത്തും വലത്തും നടന്ന് മദ്യപിക്കുന്ന 2 ക്രിസ്ത്യാനികളായിരുന്നു. അങ്ങനെ ഒരു ഗുണമുണ്ട്, വാങ്ങിച്ചു കൊടുത്താൽ നോ എന്ന് പറയത്തില്ല, കുടിച്ച് സഹായിക്കും. ഒന്നൊരു മർത്തോമാക്കാരൊന്ന് വേറെ സഭക്കാരൻ. ഒരു ദിവസം കുടിച്ച് വയറ് നിറഞ്ഞപ്പോൾ മർത്തോമാക്കാരൻ അച്ചായം പറഞ്ഞ്, പിള്ളേച്ചാ നമുക്കൊരു കൺവെൻഷന് പോകാം. ചിലർക്ക് ഇങ്ങനെയാണ്, ഇത് അകത്തി എന്നാണ് കൺവെൻഷന് പോകണം. അങ്ങനെ വിളിച്ചുകൊണ്ട് പോയതാണ് ഉദിമൂട് ഒലുവുമല കൺവെൻഷൻ. വലിയ കൺവെൻഷനാണ്. കിഴക്കിൻ്റെ മാരാമൺ സാധു കൊച്ചുഞ്ഞുപദേശി സ്ഥാപിച്ച കൺവെൻഷനാണെന്ന് പറയുന്നത്. അന്ന് വളരെ പ്രശസ്തം, ഇപ്പം ചുരുങ്ങിപ്പോയി. തലേക്കെട്ടും കെട്ടി എളിയിൽ 2 കടാരി തിരി കേടി കൃഷ്ണപിള്ളയും ഇടത്തും വലത്തും 2 തുരുമ്പ് വെളിവില്ലാതെ 2 ക്രിസ്ത്യാനി കൂട്ടുകാരും പന്തലിൽ കയറാ തെങ്ങേച്ചാരി നിന്നു. അന്ന് പ്രസംഗിച്ചത് ആരാണെന്ന് എൻ്റെ അപ്പച്ചന് ഓർമ്മയില്ല, പക്ഷെ വാക്യം ഓർമ്മയുണ്ട്. കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രം വന്നത് എന്നുള്ള വാക്യം ആസ്പദമാക്കി പ്രസംഗിച്ച ദൈവദാസൻ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ. പരിശുദ്ധാത്മാവ് ശക്തിയുടെ ആത്മാവാണ്, ധൈര്യത്തിൻ്റെ ആത്മാവാണ്. പിന്നെന്താ പേടിക്കാൻ? ദൈവത്തിൻ്റെ ആത്മാവിന് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ തലേക്കെട്ടും കെട്ടി എളിയിൽ 2 കടാരിയും തിരികെ തെങ്ങേച്ചാരിക്കുന്ന കേടിക്കിഷ്ടപ്പെട്ട നെഞ്ചു നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, സഹോദര, യേശു നിന്നെയും സ്നേഹിക്കുന്നു. നിന്റെ ജീവിതത്തിലേക്ക് യേശു പ്രവേശിച്ചാൽ എൻ്റെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടും. യേശു നിന്നെ സ്നേഹിക്കുന്നു. 3 പ്രാവശ്യം പറഞ്ഞു. സഹോദര എന്ന് വിളിച്ചപ്പോഴേ പകുതി മാനസാന്തരപ്പെട്ട് കാണും.
മദ്യപിച്ച് മതോന്മത്തനായി നിൽക്കുന്ന ഒരാളെ സഹോദര എന്ന് വിളിക്കാൻ കഴിയുന്നതാണ് സുവിശേഷം. യേശു നിന്നെ സ്നേഹിക്കുന്നു. യേശു നിന്റെ വീട്ടിലേക്ക് കയറിയാൽ നിന്റെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടും. കരിമ്പാറ തകർക്കുവാൻ കെൽപ്പുള്ള ചുറ്റികയായ ദൈവത്തിൻ്റെ വചനം, ഇരുവായ്ത്തലയുള്ള വാളാൻ ദൈവത്തിൻ്റെ വചനം. എൻ്റെ പിതാവിനെ കീഴ്പ്പെടുത്തി നിറച്ച് മദ്യപിച്ചിട്ട് നിൽക്കുകയായിട്ടും എന്നെ സ്നേഹിക്കും ദൈവമുണ്ടെങ്കിൽ എൻ്റെ ശിഷ്ടായുസ ദൈവത്തിന് വേണ്ടിയെന്ന് പറഞ്ഞ് കടാരൻ്റെ അന്ധകാരത്തിലേക്ക് വലിച്ചെറിഞ്ഞ് ദൈവകരങ്ങളിലേക്ക് എടുത്തുചാട്ടം വെച്ച് കൊടുത്ത വിശ്വാസ വീരനാണ് എൻ്റെ പിതാവ്. അന്നു മുതൽ ഞങ്ങളുടെ ജീവിതം സ്വർഗീയ ആനന്ദം അനുഭവിക്കുന്ന ഭവനമായി മാറി. ഞങ്ങളുടെ വീട്ടിൽ എൻ്റെ തലമുറയിൽ 5 പേര് മാർത്തോമാ സഭയിലെ സുവിശേഷ പ്രവർത്തകരുണ്ട്. ഞങ്ങളുടെ നെക്സ്റ്റ് ജനറേഷൻ, ഞങ്ങളുടെ മൂത്ത മകൻ മാർത്തോമാ സഭയിലെ അച്ഛനാണ്. എൻ്റെ മൂത്ത സിസ്റ്ററിൻ്റെ മകൻ മാർത്തോമാ സഭയിലെ അച്ഛനാണ്. പിന്നെയും കുഞ്ഞുങ്ങൾ അതിനുവേണ്ടി ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അന്ധകാര ദൈവങ്ങളെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചു. അതുകൊണ്ടാണ് പറഞ്ഞത് ഞാനൊരു വിചിത്ര ജീവിയാണ്. എന്താണെന്നറിയാമോ എൻ്റെ പ്രത്യേകത? നായരായി ഉരുവാകുകയും ക്രിസ്ത്യാനിയായി ജനിക്കുന്ന ലോകത്തിലെ ഏക വൈദികനാണ് ഞാൻ ഉരുവായപ്പോൾ എൻ്റെ മാതാപിതാക്കൾ നായന്മാരായിരുന്നു. ഞാൻ ജനിച്ചപ്പോഴേക്കും അവർ ക്രിസ്ത്യാനിയായി. അതുകൊണ്ട് ജനിക്കുന്നതിന് മുൻപ് തന്നെ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ ഒരുപാട് പ്രാർത്ഥന കിട്ടിയ ഒരു അച്ഛനാണ് ഞാൻ. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് പക്ഷേ പടിയടച്ച് പിണ്ടം വെച്ചു, ഇരിക്കപ്പിണ്ടം വെച്ച് പെരുവഴിയിലേക്ക് ഇറക്കി വിട്ടു. നീ നിന്റെ മക്കളും കൂടെ വഴിയെ തെണ്ടുമെന്ന് പറഞ്ഞ് ശപിച്ച് പെരുവഴിയിലേക്ക് ഇറക്കി. നോവും. സുവിശേഷ പ്രസംഗം കേൾക്കുമ്പോൾ നോവണം. സുവിശേഷ പ്രസംഗം കേൾക്കുമ്പോൾ നമുക്ക് നഷ്ടമുണ്ടാകണം. നമ്മൾ ഇതുവരെ കൊണ്ട് നടക്കുന്ന നമ്മുടെ സ്വകാര്യ സ്വത്തുക്കൾ, സ്വകാര്യ സ്വപ്നങ്ങളെല്ലാം ഉപേക്ഷിക്കണം. അപ്പം പ്രസംഗം കേൾക്കുമ്പോൾ ചോര ചൊവയ്ക്കണം. നമ്മൾ ചുമ്മാ കേട്ട് മറക്കുന്നവരായിട്ടല്ല. നമ്മുടെ ജീവിതത്തിൽ ഒരു സമൂല പരിവർത്തനം ഉണ്ടാകണം. ഞാൻ കായംകുളം കത്തോലിക്ക പള്ളിയിൽ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഇപ്പോഴത്തെ കാതലിക്ക ബാബ തിരുമേനിയാണ് അധ്യക്ഷൻ. അന്ന് അദ്ദേഹം സാധാ തിരുമേനിയാണ്. ഒത്ത മധ്യഭാഗത്തുനിന്ന് ഒരു ചെറുപ്പക്കാരൻ കൺവെൻഷൻ്റെ പകുതിയായപ്പോൾ ഇറങ്ങിപ്പോയി. ഞാനൊന്നും പറഞ്ഞില്ല, കത്തോലിക്ക പള്ളിയാണ്. കൺവെൻഷൻ കഴിഞ്ഞ് ഞങ്ങൾ അച്ഛന്മാർ തിരുമേനിയുടെ അടുത്ത് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അദ്ദേഹം തിരിച്ചു വന്ന സൂട്ട് കേസ് അങ്ങോട്ട് വെച്ചിട്ട് എൻ്റെ കാൽക്കലോട്ട് അങ്ങ് വീഴാൻ തുടങ്ങി കരഞ്ഞുകൊണ്ട്. ഞാൻ പിടിച്ചെഴുന്നേപ്പിച്ച് എന്തേ കാണിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, അച്ഛൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാനാണ് ഇറങ്ങിപ്പോയത്. ഞാൻ കണ്ണൂർ സ്വദേശിയാണ്, കത്തോലിക്ക സഭാംഗമാണ്. ഞങ്ങളുടെ ബാങ്കിലെ ഒരു കാര്യത്തിന് വേണ്ടി 1 മാസത്തേക്ക് ഇവിടുത്തെ കായംകുളം ബ്രാഞ്ചിലേക്ക് വന്നതാണ്. ബാങ്കിൽ നിന്ന് താമസസ്ഥലത്തേക്ക് പോകുമ്പോഴാണ് യോഗം നടക്കുന്നത് കണ്ടത്. എന്നാൽ സമയമുണ്ടല്ലോ കേട്ടേക്കാമെന്ന് കണ്ട് ഞാൻ കയറിയിരുന്നതാണ്. പക്ഷെ കയറിയത് അബദ്ധമായിപ്പോയി. ഞാൻ കയറിയിരുന്നപ്പോൾ തൊട്ട് അച്ഛൻ പറയുന്ന ഓരോ വാക്കും എൻ്റെ നെഞ്ചിന് കൊണ്ടു. അടുത്ത വാചകം അദ്ദേഹം പറഞ്ഞ ഇച്ചിരി കടുത്ത കൈ. അദ്ദേഹം പറഞ്ഞു, ഞാൻ നന്നായി പോകുമെന്ന് ഞാൻ ഭയപ്പെട്ടു. ഞാൻ നന്നായി പോയാൽ എൻ്റെ പല കാര്യങ്ങളും എനിക്ക് ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും. പലതിനോടും പലരോടും എനിക്ക് നോ പറയേണ്ടതായിട്ട് വരും. അതെനിക്ക് വലിയ നഷ്ടബോധം ഉണ്ടാക്കി. ആ നഷ്ടബോധം എന്നെ വിമ്മിഷ്ടപ്പെടുത്തി. ആ വിമ്മിഷ്ടത്തിന് രക്ഷപ്പെടാൻ വേണ്ടി ഇറങ്ങിപ്പോയതാണ്. എന്നാൽ ഇറങ്ങിപ്പോയപ്പോൾ ആരോ എന്നോട് പറയുന്ന പോലെ അരുത് പോകരുത്. എന്നാൽ വീണ്ടും വന്ന് കയറിയിരിക്കുന്നത് ശരിയല്ലോ എന്ന് കരുതി ഞാൻ വെളിയിലിരുന്ന് പ്രസംഗം കേൾക്കുമായിരുന്നു. വെച്ചാൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ ഒരു ചെറുപ്പക്കാരനെ ഞാൻ ഓർക്കുന്നു. സുവിശേഷം കേൾക്കുമ്പോൾ നമുക്ക് നോവണം. നോവാത്ത സുവിശേഷം നമുക്ക് എപ്പോഴും സുഖിപ്പിക്കുന്ന കർത്താവ് ഇന്നത്തെ പ്രസംഗം സന്തോഷത്തോടെ പോകാം. അങ്ങനെ സന്തോഷത്തോടെ പോകണ്ടാരും. സ്വല്പം നോവണം. നമ്മുടെ മാനസാന്തരം തടസ്സമായി നിൽക്കുന്ന 3 W's ഉണ്ട്. ഒന്ന് വെൽത്ത്. അവിഹിത മാർഗത്തിൽ പണം സമ്പാദിക്കുന്നവൻ മാനസാന്തരപ്പെട്ടവനല്ല. പണത്തോടുള്ള അത്യാർത്തി മാനസാന്തര തടസ്സമാണ്. 2ാമത്തെ W വൈൻ അല്ലെങ്കിൽ മദ്യം മാനസാന്തര തടസ്സമാണ്. എത്ര ഭവനങ്ങളാണ് തകർന്നടിയുകയാണ്. അക്കാര്യത്തിൽ 1ാം സ്ഥാനം നിൽക്കുന്നത് ക്രിസ്ത്യാനികളാണോ? ഈ വർഷം അങ്ങനെയാണ്. ക്രിസ്ത്യാനികളുടെ ജില്ലയ്ക്കാണ് 1ാം സമ്മാനം ക്രിസ്മസിന് കുടിച്ചു തീർത്തതിൽ. കോടികളാണ്. വൈൻ മദ്യപിച്ച് സൺഡേ സ്കൂൾ പഠിപ്പിക്കാൻ വരെ വരിക. 3ാമത്തെ W വിമൻ അല്ലെങ്കിൽ സെക്സ്, ജഡമോഹം. അതുകൊണ്ട് ഈ രാത്രി ദൈവം നമ്മുടെ ഇടപെടുന്നു. ദൈവത്തിൻ്റെ ദൂതൻ നമ്മോട് പറയുന്നു, നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. കൃപ ലഭിച്ചു കഴിയുമ്പോൾ തകരണം, ഉപേക്ഷിക്കണം. വേദനിപ്പിക്കുന്ന വചനത്തിന് മുൻപാകെ വിശുദ്ധ കന്യമറിയാൻ പറഞ്ഞ വാചകമാണ് ഞാൻ വായിച്ചത്. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ. വേദനിപ്പിക്കുന്ന സുവിശേഷത്തിന് മുൻപാകെ, നോവിപ്പിക്കുന്ന സുവിശേഷത്തിന് മുൻപാകെ നമ്മളെ തന്നെ സമർപ്പിക്കാൻ നമുക്ക് സാധിക്കണം.
ഒഴിഞ്ഞു മാറരുത്, പൊത്തുവരുത്തത്തിൽ ഒഴിഞ്ഞു മാറരുത്. ചില ക്രമീകരണങ്ങൾ വരുത്തുന്നതല്ല മാനസാന്തരം, ഒരു സമൂല പരിവർത്തനത്തിന് വേണ്ടി. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് സമർപ്പിക്കാൻ നമുക്ക് സാധിക്കണം. ദൂതൻ അവളെ വിട്ടുപോയി, അത് വലിയ സങ്കടകരമാണ്. എപ്പോഴും ദൂതന് നമ്മുടെ അടുത്ത് നിൽക്കാൻ പറ്റും. നമ്മളെ കയറി മാനസാന്തരപ്പെടില്ലോ. തിരുനക്കര മൈതാനത്ത് ഭയങ്കര 25,000 വാട്ട്സിൻ്റെ ലൈറ്റിലുള്ള പ്രസംഗമൊക്കെ നമ്മളങ്ങ് മാനസാന്തരപ്പെടും. പക്ഷേ ലൈറ്റ് ഓഫ് ആകുമ്പോൾ അത് താണ്ട കിടക്കുന്നു. അതുപോലെയാണ് ദൂതൻ അങ്ങ് വിട്ടുപോയി. ദൂതൻ അങ്ങ് വിട്ടുപോയപ്പോൾ അവിടെ ഇരുട്ട് വ്യാപിച്ചു. അടുത്ത പാരഗ്രാഫ് 39ാമത്തെ വാക്യം ആരംഭിക്കും. ആ നാളുകളിൽ മറിയ എഴുന്നേറ്റു. ഏത് നാളുകളിലാണെന്നറിയാമോ? വേദനയുടെ നാളുകളിൽ, നിന്ദയുടെ നാളുകളിൽ. വിവാഹം ആലോചിച്ചിരിക്കുന്ന ഒരു പെൺകൊച്ച് ഗർഭം ധരിച്ചിരിക്കുന്നു എന്നുള്ള വളരെ വേദനിപ്പിക്കുന്ന ആ നാളുകളിൽ, സമൂഹം തന്നെ കല്ലെറിയുന്ന ആ നാളുകളിൽ, ആരോടും തുറന്നു പറയാനൊക്കാത്ത നാളുകളിൽ മറിയ എഴുന്നേറ്റു. നമ്മുടെ ജീവിതത്തിലും ഇത്തരത്തിലുള്ള വേദനയുടെ നാളുകളുണ്ടായേക്കാം, അപവാദത്തിന് നാളുകളുണ്ടായേക്കാം. മനസ്സാവാച കർമ്മണ നാം അറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് നമുക്കെതിരായിട്ട് പറഞ്ഞു വരുത്തുന്ന അനുഭവങ്ങളുണ്ടായി. പള്ളിയിലുണ്ടായേക്കാം, സഭയിലുണ്ടായേക്കാം, സമൂഹത്തിലുണ്ടായേക്കാം. വേദനയുടെ നാളുകൾ, നേരം വെളുക്കാതിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കുന്ന അനുഭവങ്ങൾ ജീവിതത്തിലുണ്ടായേക്കാം. ഒരുപക്ഷേ ഡോക്ടർമാർ പരിശോധിച്ചിട്ട് ബയോപ്സിക്ക് അയക്കണമെന്ന് പറഞ്ഞിട്ട് ആ ബയോപ്സിയുടെ റിസൾട്ട് വരുന്നത് വരെയുള്ള നാളുകൾ, കടഭാരത്തിൻ്റെ നാളുകൾ, നോവിപ്പിക്കുന്ന നാളുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാം. മറിയയുടെ സ്വകാര്യമായ ഭയങ്കര വേദനയുടെ നാളിൽ മറിയ എന്താ ചെയ്തത്? മറിയ എഴുന്നേറ്റു. മറിയ എഴുന്നേക്കാനുള്ള കാര്യം എന്താണ്? ദൈവത്തിൻ്റെ ദൂതൻ പറഞ്ഞ ഉടനെ പറഞ്ഞിരുന്നു, ദൈവത്തിൻ്റെ ദൂതൻ പറഞ്ഞ പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു, നിന്റെ ചാർച്ചക്കാരത്തി എലിസബത്തും വാർദ്ധക്യത്തിൽ ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധ്യ എന്ന് പറഞ്ഞു വന്നവൾക്ക് ഇത് 6ാം മാസം. മറിയയുടെ പ്രയാസത്തിന് മധ്യത്തിൽ വിശുദ്ധ കന്യമറിയ എന്താ ചെയ്യുന്നറിയാം? ആ പ്രസംഗം ഒന്ന് ഓർത്തു, ദൂതൻ പറഞ്ഞ പ്രസംഗം ഓർത്തു. നമ്മുടെയൊക്കെ ഒരു പ്രത്യേകത, നമ്മളൊരു പ്രസംഗം കേട്ടാൽ ഇട്ടേച്ച് പോവുകയാണ്. നമ്മൾ വചനം കേൾക്കുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോരോ അനുഭവങ്ങൾ ഓർക്കുന്നതിന് വേണ്ടിയാണ്. അതിനാണ് വചനം ജഡമാവുക എന്ന് പറയുന്നത്. ആ വേദനയുടെ നാളുകൾ മറിയ ഓർത്തു. എന്താ ഓർത്തത്? ദൂതൻ പറഞ്ഞ പ്രസംഗം ഓർത്തു. അപ്പോൾ പറഞ്ഞു, നിന്റെ ചാർച്ചക്കാരത്തി എലിസബത്ത് വാർദ്ധക്യത്തിൽ ഗർഭം ധരിച്ചിരിക്കുന്നു. അപ്പോൾ മറിയയ്ക്ക് മനസ്സിലായി, എന്നേക്കാൾ വേദനിക്കുന്ന ഒരാൾ ഈ ലോകത്തിലുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രയാസം ഇല്ലാതാക്കാൻ, നമ്മുടെ വിഷമം കുറയ്ക്കാനുള്ള ഏറ്റവും എളുപ്പമാർഗം നമ്മളെക്കാൾ വേദനിക്കുന്ന ഒരാളെ കണ്ടുപിടിക്കണം. നിങ്ങളെക്കാൾ വേദനിക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ പള്ളിയിലുണ്ടോ? നമ്മൾ പലപ്പോഴും നമ്മുടെ പ്രയാസങ്ങൾ ഇങ്ങനെ പുറകെ വരുമ്പോൾ എനിക്ക് മാത്രം എന്താ അച്ഛാ ഇങ്ങനെ വെച്ചേക്കുന്നേ? പ്രിയപ്പെട്ടവരെ, വിഷമം പങ്കുവെക്കുമ്പോൾ പകുതിയാകും, സന്തോഷം പങ്കുവെക്കുമ്പോൾ ഇരട്ടിയാകും. അതുകൊണ്ട് ആ നാളുകൾ മറിയ എഴുന്നേറ്റു. എവിടെയെങ്കിലും ഞാൻ 2 പ്രാവശ്യം വിശുദ്ധനാട് സന്ദർശിച്ചിട്ടുണ്ട്. അവസാനത്തെ പ്രാവശ്യം പോയപ്പോൾ ഈ വിശുദ്ധ കന്യമറിയാം ജീവിച്ച വീട് കണ്ടെങ്കിൽ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന വീട് കണ്ട് ഞാൻ 10 മിനിറ്റ് അവിടെ നിന്ന്. കാരണം ഓരോ മൂലയ്ക്ക് നിന്ന് വിശുദ്ധ കന്യമറിയാം വീർപ്പ് മുട്ടിയ ദിവസങ്ങൾ, വീർപ്പ് മുട്ടിയ നാളുകൾ. മറിയ അതിനെ അതിജീവിച്ചത്. എഴുന്നേറ്റു. ചുരുണ്ടുകൂടി അവിടെ തിരിക്കരുത്, എഴുന്നേൽക്കണം. എന്നിട്ട് ബന്ധപ്പെട്ടു പോയി. എങ്ങോട്ടാ പോയത്? തന്നേക്കാൾ വേദനിക്കുന്ന ഒരാളെ തിരക്കിപ്പോയി. വേദനിക്കുന്ന ഒരാൾക്ക് മാത്രമേ വേദനിക്കുന്ന ഒരാളെ ആശ്വസിപ്പിക്കാൻ സാധിക്കത്തുള്ളൂ. മാർത്തമ്മ സഭയിൽ ഒരു വലിയ ഇടവകയാണ് കുണ്ടറശാലി മാർത്തമ്മ ഇടവക. വലിയ ഇടവകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് അവിടുത്തെ ഒരു യുവാവ്, ഒരു TKM എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ആക്സിഡൻറ്റിൽ മരിച്ചു. വർഷങ്ങൾക്ക് മുമ്പാണ്. 21 വയസ്സുള്ള ഒരു വീട്ടിലെ ഏക മകൻ. അപ്പോൾ ഡെഡ് ബോഡി കൊല്ലം ജില്ലാ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു കൊണ്ടുവന്നപ്പോൾ ആ പള്ളിയിലെ അസിസ്റ്റൻ്റ് വികാരി, സൈക്കോളജി കൗൺസിലിങ്ങിലൊക്കെ ഡോക്ടറേറ്റ് ഉള്ള ആളാണ്. നന്നായിട്ട് പാടും, പ്രസംഗിക്കും. അപ്പോൾ തന്നെ ആ കൊച്ചച്ഛൻ ബൈക്ക് എടുത്ത് ആ വീട്ടിൽ ചെന്ന് അച്ഛൻ പ്രസംഗിക്കാൻ തുടങ്ങി. നല്ല സൈക്കോളജിക്കലിയൊക്കെ പ്രസംഗിക്കാൻ തുടങ്ങി. മനോഹരമായ പാട്ട് പാടാൻ തുടങ്ങി. പക്ഷേ ആ അച്ഛൻ തന്നെ എന്നോട് പറഞ്ഞു, എൻ്റെ അച്ഛാ, എൻ്റെ പ്രസംഗമോ എൻ്റെ പാട്ടോ ഒന്നും ആ ഏക മകൻ നഷ്ടപ്പെട്ടിരിക്കുന്ന ആ മാതാപിതാക്കളിലോട്ട് അങ്ങോട്ട് ഏശുന്നേ ഇല്ല, ഒരു ചലനവും സൃഷ്ടിക്കുന്നില്ല. അച്ഛനങ്ങ് മാറിയിരുന്നു ഗായക സംഘത്തോടൊപ്പം പാടാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ പള്ളിയിലെ വികാരി അച്ഛൻ, പ്രായമുള്ള അച്ഛനാണ്, അച്ഛൻ അങ്ങോട്ട് വന്നു.
കുണ്ടറയിലെ വിലാഭവനത്തിലോട്ട് ഇറങ്ങി. ഏക മകൻ്റെ ഡെഡ് ബോഡിയിലോട്ട് വീണ് കിടന്ന് കരഞ്ഞ് അമറിക്കരഞ്ഞ് കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് തകർന്നിരിക്കുന്ന മാതാപിതാക്കൾ ചെറുപ്പക്കാരാണ്. തലപൊക്കി നോക്കി അച്ഛനെ, കരഞ്ഞ കലങ്ങിയ കണ്ണുകളുമായിട്ട് അച്ഛനെ നോക്കി. അച്ഛൻ അവരെ അങ്ങോട്ട് ചേർത്ത് പിടിച്ചു. യേശു എൻ ആത്മാസാഖേ നിന്മാർവിൽ ഞാൻ ചേരട്ടെ എന്നുള്ള പാട്ടിൻ്റെ, ആ പ്രത്യാശയുടെ പാട്ടിൻ്റെ 3-4 സ്റ്റാൻസ കരഞ്ഞുകൊണ്ട് അങ്ങോട്ട് പാടി. എന്നിട്ട് വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്നും പ്രത്യാശയുടെ വാക്യങ്ങൾ ചേർത്ത് അച്ഛൻ അങ്ങോട്ട് പ്രാർത്ഥിച്ചു. എന്നോട് കൊച്ചച്ഛൻ പറയാം, എൻ്റെ അച്ഛ എവിടുന്നാന്ന് അറിയത്തില്ല അച്ഛാ, യെരുശലേം ദേവാലയം കൂദാശ ചെയ്തപ്പോൾ ദൈവത്തിൻ്റെ ഷെക്കീന ഇറങ്ങിയ ദേവാലയം നിറച്ചതുപോലെ കുണ്ടറയിലെ ആ വിലാപ ഭവനത്തിൽ ഒരു സ്വർഗീയ അലയടികൾ ഞാൻ കണ്ടച്ച. ആ കരഞ്ഞു കലങ്ങി മാതാപിതാക്കളുടെ മുഖത്ത് ഒരു പ്രത്യാശയുടെ അലയടികൾ ഞാൻ കണ്ടച്ച. എന്താ കാര്യമെന്നറിയാമോ? ഈ സീനിയർ അച്ഛൻ്റെ ഏക മകൻ മരിച്ചു പോയിട്ടുള്ളതാണ്. മാരിവാനിയസ് കോളേജിൽ പഠിക്കുമ്പോൾ ഏക മകൻ മരിച്ചു പോയതാണ്. ഒരു മകൻ മരിച്ച പിതാവിന് മാത്രമേ മകൻ മരിച്ച മാതാപിതാക്കളുടെ വിഷമം എന്താണെന്ന് അറിയാനൊക്കത്തുള്ളൂ. ഡു നോട്ട് വേസ്റ്റ് യുവർ സോറോസ്. നിങ്ങളുടെ സങ്കടങ്ങളെ നഷ്ടപ്പെടുത്തി കളയരുത്. ഏതെങ്കിലും വേദനയുടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരെന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വേദനയുടെ പിന്നിൽ ദൈവത്തിൻ്റെ ഉദ്ദേശമുണ്ട്. ദൈവനാമം മഹത്വപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളെക്കാൾ വേദനിക്കുന്ന ഒരാളെ കണ്ടുപിടിക്കണം. നമ്മളെക്കാൾ വേദനിക്കുന്നവർ ഈ സമൂഹത്തിലുണ്ടോ? മറിയ എഴുന്നേറ്റു, ബന്ധപ്പെട്ടു പോയി എലിസബത്തിനെ സന്ദർശിക്കാനായിട്ട് പോയി. 2 ഗർഭിണികൾ തമ്മിൽ കണ്ടുമുട്ടിയപ്പോൾ എലിസബത്ത് പരിശുദ്ധാത്മാവിനെ നിറഞ്ഞു. എന്തോ ലക്ഷണം? പിള്ളതുള്ളി പിള്ളതുള്ളി ചാടി. നമുക്കിതാ നിറഞ്ഞ അവനെ തുള്ളണം എന്ന് പഠിച്ചു വെച്ചേക്കുകയാണ്. ഞാൻ ചോദിച്ച മർത്തമ്മക്കാരുടെ കൂട്ട് തന്നെയാണോ നിങ്ങളുടെയും പഠിച്ചാലോ? നമ്മൾ വേദവസം വായിക്കുമ്പോൾ ശ്രദ്ധിച്ച് വായിക്കണം. തുള്ളിക്കഴിഞ്ഞാണ് പരിശുദ്ധാത്മാവൊക്കെ തുള്ളിക്കഴിഞ്ഞാണ് നിറയുന്നത്. നിറഞ്ഞ അവനെ തുള്ളണമെന്ന് വേദവസത്തിലില്ല. സത്യമായ തുള്ളൽ വന്നാൽ തുള്ളിക്കോ, കള്ളത്തുള്ളലിൻ്റെ ആവശ്യമില്ല. പക്ഷെ ഇവിടെ നമ്മൾ വായിക്കുന്നത് നിറഞ്ഞു കഴിഞ്ഞിട്ട് തുള്ളുവല്ല, വിളിച്ചു പറഞ്ഞു മോളെ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന് നിറയുന്നതിൻ്റെ ലക്ഷണം തുള്ളലല്ല, എന്നേക്കാൾ അനുഗ്രഹിക്കപ്പെട്ടവൾ നീയാണെന്ന് പറയുന്നതാണ്. സത്യത്തിൽ ആരാണ് അനുഗ്രഹിക്കപ്പെട്ടവൾ? കല്യാണം കഴിക്കാതെ ഗർഭം ധരിച്ചിരിക്കുന്ന മറിയയാണോ? ദീർഘനാളുകൾ ആറ്റുനോരിരിക്കുന്ന പ്രാർത്ഥനയോടെ ലഭിച്ച എലിസബത്താണോ അനുഗ്രഹിക്കപ്പെട്ടവൾ? മാനുഷികമായി ചിന്തിച്ചാൽ എലിസബത്താണ്. പക്ഷേ പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിയുമ്പോൾ മാനുഷിക ചിന്ത മാറും, ദൈവാത്മാവ് നിയന്ത്രണം ഏറ്റെടുക്കും. എന്നേക്കാൾ ശ്രേഷ്ഠ നീയാണ്. ഈ പരിശുദ്ധാത്മാവ് നിറഞ്ഞാൽ പിന്നെ സഭയോ ഏതേലും സഭയോ വല്ല പ്രശ്നം ഉണ്ടാവുമോ? നമ്മളാണ് ഏറ്റവും വലുതെന്ന് പറഞ്ഞിരിക്കുന്നതാണ് പ്രശ്നം. ഒട്ടും വിട്ടുകൊടുക്കാത്തതാണ് പ്രശ്നം. മോളെ നീ ആടി അനുഗ്രഹിക്കപ്പെട്ടവൾ. ഒരച്ഛൻ്റെ കൊച്ചമ്മയാണ് പറയുന്നതെന്ന് ഓർക്കണം. അതും പ്രായമുള്ളൊരു അച്ഛൻ്റെ കൊച്ചമ്മ. എന്നേക്കാൾ അനുഗ്രഹിക്കപ്പെട്ടവൾ നീയാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞു. എന്താ പറഞ്ഞത്? നിന്റെ ഗർഭഫലവും എന്ന് പറഞ്ഞാൽ തന്നെ എൻ്റെ കുഞ്ഞിനേക്കാൾ അനുഗ്രഹിക്കപ്പെട്ടത്. ഇന്ന് വരെ കനാനായ സഭയിൽ ഏതെങ്കിലും പള്ളിയിൽ ആരെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? നമ്മുടെ കൊച്ചിനെക്കാട്ടി മിടുക്കരുണ്ടോ? സൺഡേ സ്കൂൾ മത്സരം നടക്കുമ്പോൾ വികാരി അച്ഛന്മാർക്കോളം ഏത് കൊച്ചുണ്ടച്ച എൻ്റെ കൊച്ചിനെ കാട്ടി പാടുന്ന എനിക്കെന്ന് അറിയണമല്ലോ. ഈ സെക്കൻഡായിപ്പോയി സഭ മാറുന്നവരുണ്ട്. നമ്മുടെ പിള്ളേർ മിടുക്കരാണെന്നും കണ്ട് ഇപ്പോൾ തല്ലിക്കൊന്ന് സമ്മാനം തരാൻ പറ്റും. അതിനെക്കാട്ടി മിടുക്കരുണ്ട്. അതുകൊണ്ട് പരിശുദ്ധാത്മാ നിറവിൻ്റെ വലിയ ലക്ഷണമൊന്നുമില്ല. എന്നേക്കാൾ ശ്രേഷ്ഠ നീയാണ്, എൻ്റെ കുഞ്ഞിനേക്കാൾ മിടുക്കി നീയാണെന്ന് സമ്മതിക്കുന്നതാണ് പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും വലിയ ലക്ഷണം. ആ പരിശുദ്ധാത്മ പ്രവർത്തനം ഉണ്ടായ പല പ്രശ്നങ്ങളും ഇല്ലാതാകും, പല പ്രതിസന്ധികളും ഇല്ലാതാകും. മറിയ സത്യത്തിൽ എലിസബത്തിനെ ആശ്വസിപ്പിക്കാനായിട്ടാണ് പോയത്. പക്ഷെ ആർക്ക് ആശ്വാസം കിട്ടിയത്? ഇതാണ് സേവികാ സംഘം, നമ്മുടെ വിമൻസ് ഫെലോഷിപ്പ്. എന്താ പറയുന്നത്? മർത്തമറിയ സമാജം എന്നായിരിക്കും അല്ലേ? വനിതാ സമാജം. ഇതാണ് വനിതാ സമാജം. നമ്മുടെ വനിതാ സമാജത്തിന് പോകാനാണോ സ്ത്രീകൾക്ക് ഇഷ്ടം, അതോ കുടുംബശ്രീക്ക് പോകാനാണോ? എന്താ ചിരിച്ച? മർത്തമ്മ പോലെ നിങ്ങൾക്കൊന്നും തോന്നുന്നല്ലോ. വനിതാ സമാജത്തിൽ 4, 3, 7 പേര് വരും. വന്നേച്ച് വരാത്ത ഒരാളെ കുറ്റം പറഞ്ഞേച്ച് പോകും. അവിടെ ചായയും വടയൊക്കെ ഉണ്ട്. കുടുംബശ്രീക്കാണെങ്കിൽ വടയില്ല, ചായയില്ല. പക്ഷേ നട്ടുച്ച എത്ര പേരാണ് പോകുന്നത്? ഒരു കൂട്ടായ്മയുടെ സ്പിരിറ്റ് വേണം. അന്യോന്യം ഭാരം വെക്കുന്ന കൂട്ടായ്മ സംഘങ്ങളുണ്ടാകണം. മറിയ കുറേ നാൾ അവിടെ താമസിച്ചതിന് ശേഷമാണ് മടങ്ങിപ്പോയത്. എലിസബത്തിനെ ആശ്വസിപ്പിക്കാനായിട്ട് പോയ മറിയം
വളരെ ആശ്വാസത്തോടാണ്. ഇതാണ് ദൈവമക്കൾ തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ സംഭവിക്കേണ്ടത്. ഇതാണ് കൂട്ടായ്മ, അന്യോന്യം ഭാരങ്ങളെ വഹിക്കുന്ന കൂട്ടായ്മ സംഘങ്ങൾ. പിന്നീട് നമ്മൾ കന്യാമറിയാമിനെ കാണുന്നത് ഒരു യാത്രയിലാണ്. ഏത് യാത്രയിലാണ്? അന്നത്തെ അല്ലേ ആധാർ രജിസ്ട്രേഷന് പോവാണ്, പേരിക്കൂട്ടാൻ പോവാണ്. ജോസഫിൻ്റെ വിവാഹം നിശ്ചയിച്ചിരിക്കുന്ന ഈ കന്യാമറിയാമിനെ തൻ്റെ കുടുംബത്തിൽ ചേർക്കണം. അതിനുവേണ്ടി പേരിക്കൂട്ടാൻ പോകുന്ന വഴിക്ക് പ്രസവത്തിനുള്ള കാലം തികഞ്ഞു. അയ്യോ, പ്രസവത്തിനുള്ള കാലം തികഞ്ഞു. വഴിയമ്പലത്തിൽ അത് എവിടെയും തെറ്റി. വഴിയമ്പലത്തിൽ അവർക്ക് സ്ഥലമില്ലായെന്നുണ്ട് കേട്ടോ. നമ്മൾ വഴിയമ്പലത്തിൽ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്, കാശുണ്ടെങ്കിൽ. വഴിയമ്പലത്തിൽ അവർക്ക് സ്ഥലമില്ലായകയാൽ. അപ്പോൾ യാത്രാമധ്യേ പ്രസവത്തിനുള്ള കാലം തികഞ്ഞപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ മറിയമാരും വല്ലതുമാണ് ജോസഫിനെ വെച്ചേക്കുവോ? താൻ തന്നെ പോയാൽ പോരായിരുന്നോടോ, ഞാൻ ഗർഭിണിയാണെന്ന് പറഞ്ഞാൽ അവർ തല്ലിക്കൊല്ലുവോ? ഒരു സ്ത്രീക്ക് ലഭിക്കേണ്ട എല്ലാ പരിഗണനയും അവിടെ നിഷേധിക്കപ്പെടുകയാണ്. അപ്പോഴാണ് സ്ത്രീകൾക്ക് എന്തെല്ലാം പരിഗണനകളാണ്. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ മതിലെ മുഴുവൻ സ്ത്രീകളാണ്. ഇനി നിയമസഭാ ഇലക്ഷൻ, അതായത് സ്ത്രീകൾക്ക് ഭയങ്കര പ്രസവ അവധി 6 മാസം, ആണുങ്ങൾക്കും കിട്ടും 3 മാസം. എന്തെല്ലാം അവകാശങ്ങളാണ് ഇവിടെ. ഇതാ ഒരു സ്ത്രീയുടെ എല്ലാ അവകാശങ്ങളും നിഷേധിക്കപ്പെട്ടിരിക്കുന്നു. എന്നിട്ട് യാതൊരു പരാതിയില്ല. അതായത് ഈ ഭർത്താവിൻ്റെ പരാധീനതകളെ അംഗീകരിക്കണം ഭാര്യ. ഭർത്താവിൻ്റെ തലയെ തീയരിച്ചിടരുത്. അല്ലേ, താൻ എന്താ ഉണ്ടാക്കിയിടോ, അയാളെ കണ്ട് പഠിക്ക്. ഞാൻ ദുബായി പോയച്ച് വന്നിട്ട് എന്താ ഉണ്ടാക്കിയത്? അയാളാണ് അവിടെ തിരുവല്ലായി ഫ്ലാറ്റ്, കോഴഞ്ചേരി വീട്, എന്തെല്ലാം ഉണ്ടാക്കി. അയാൾ എന്താ ഉണ്ടാക്കി? അപ്പം പിന്നെ അയാൾ പോയി മണപ്പുറത്തൊന്ന് ലോണും എടുക്കും, അതോടെ തീരും. അതുകൊണ്ട് ഭർത്താവിൻ്റെ പരാധീനതകളെ അംഗീകരിക്കാം. പ്രാക്ടിക്കൽ ലെസൺ ഫ്രം ദ ലൈഫ് ഓഫ് സെയിൻറ്റ് മേരി. അത് അംഗീകരിച്ചു. വഴിയമ്പലത്തിൽ സ്ഥലമില്ലായാൽ പശുത്തൊട്ടിയിൽ കിടത്തി. പിന്നീട് നമ്മൾ കാണുന്ന ആദ്യത്തെ ക്രിസ്മസിനാണ്. ആദ്യത്തെ ക്രിസ്മസിന് എന്താ സംഭവിച്ചത്? അങ്ങനെ ദൂതന്മാരിങ്ങനെ ആർത്തു പാടുന്നു, അത്യുന്നതനായ ദൈവത്തിന് മഹത്വം, ഭൂമി ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. വിദ്വാൻമാർ കാഴ്ചയും കൊണ്ടുവരും. എന്താ കാഴ്ച? പൊന്നെ മൂര് കുന്തിരിക്കം എന്ന് പറഞ്ഞാൽ രാജകുമാരന്മാർക്കുള്ള കാഴ്ചയാണ്. ഇടയന്മാർ ഓടി നടക്കുന്നു, ഒരു വെള്ളി നക്ഷത്രം വന്ന് അങ്ങോട്ട് നിന്നു. ഇതൊന്നും കണ്ടിട്ട് മറിയയ്ക്ക് യാതൊരു ഇളക്കവുമില്ല. എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് മൗനമായത്. ഇളക്കമില്ലാത്ത മറിയ. അയ്യോ, നമുക്ക് കഴിഞ്ഞ 10-50 വർഷമായിട്ട് എന്തൊരു ഇളക്കമായിരുന്നു. ഞാൻ മർത്തമക്കാരുടെ കാര്യമാണ് പറഞ്ഞത്. കഴിഞ്ഞ 10-50 വർഷമായിട്ട് കിട്ടുന്നതെല്ലാം വാങ്ങിച്ചു കൂട്ടി. പള്ളി അങ്ങ് സ്വർഗത്തോളം വലിയ പള്ളി പണിതു, അതിലും വലിയ പാർഷനേജ് പണിതു, പാരീഷാൾ പണിതു. ഇപ്പം അവിടെ അങ്ങ് ഇരിക്കാൻ ആളില്ല. നമ്മൾ കുറേ അധികം അങ്ങ് ഇളകി. എന്തൊക്കെ ഇളക്കമായത്. ഇപ്പോൾ പിന്നെ കോവിഡ് സമയത്ത് കുറച്ച് അത് പിന്നെയും തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കോഴഞ്ചേരി കല്യാണം നടന്നാൽ കോട്ടയത്ത് ടൗണ്. കോഴഞ്ചേരി AC തണുപ്പില്ല. ചിരിക്കണ്ട, നമ്മുടെ എല്ലാവരുടെയും കാര്യമായി പറയും. പേരഡിന് 10,000 രൂപ. ഇപ്പോൾ വൈകിട്ടാണ് കല്യാണം. കനാനയിലൊക്കെ തുടങ്ങി. ഞങ്ങൾക്ക് വൈകിട്ടായി കല്യാണം. രാത്രി മുഴുവൻ തീറ്റിയാണ്. കൊഞ്ച് തേള എല്ലാം കൊണ്ട് പുഴുങ്ങി തരുമോ, വാർക്കി തരുമൊക്കെ ചെങ്ങിന് രാത്രി മുഴുവൻ തിന്നാം. പിന്നെ ഒരു വശത്ത് പാട്ട കൂത്ത്. 10,000 രൂപ പേരഡ്. എന്നിട്ട് അപ്പൻ പള്ളിയുടെ ഓഫീസിലോട്ടൊരു വരവുണ്ട്, ഒരു ബാഗും കഷ്ടത്തി വെച്ചു. പക്ഷേ എഴുതിക്കോ, എല്ലാം കൂടി 2,000 രൂപ എഴുതിക്കും. ഇളക്കമാണ്. കല്യാണത്തിനൊക്കെ ഒരു 5 മിനിറ്റ് തലയിലിടുന്ന മന്ത്രകോടിക്ക് എത്രയാണ്? 5 മിനിറ്റ് തലയിലിടുന്ന മന്ത്രകോടിക്ക് സ്വർണം കയറ്റിയ മന്ത്രകോടിയാണ്. മോദിയുടെ വേഷം പോലാണ്. 20 ലക്ഷം. ഈയിടെ ഞങ്ങളുടെ പള്ളിയിൽ, ഞങ്ങളുടെ സഭയിൽ ഒരു ചെറുക്കന് അച്ഛൻ ഇങ്ങനെ വാഴ്ത്തി മന്ത്രകോടി കൊടുത്തു. അവൻ്റെ തലയിലോട്ടം കിട്ടും. കാരണം ഇവിടെ മിക്കവാറും നാളെ മറ്റന്നാൾ പോക്കാണല്ലോ. അതുകൊണ്ട് വിശ്വസിക്കാനൊക്കത്തില്ല. ഞാൻ തമാശ കൂട്ടി പറഞ്ഞ ഇതൊക്കെയാണ് നടക്കുന്നത്. കല്യാണത്തിന് ഇട്ടുകൊണ്ട് വരുന്ന വേഷമോ, ആ കല്യാണത്തിന് പ്രധാന ആളെ വധുവാണ്. ആ വധു ഒഴിച്ച് ബാക്കി എല്ലാവരും മാന്യമായ വസ്ത്രം ധരിക്കും. എന്തൊരു കോക്കാമ്പീച്ചയാണ് കാണിക്കും. നമുക്കൊക്കെ നാണമില്ലേ? ഇവിടെ ഞങ്ങളുടെ ഒരു പള്ളിയുടെ കല്യാണത്തിന് തിരുമേനി ഇങ്ങോട്ട് ഇറങ്ങി വന്നു. തിരുമേനി കയറി അങ്ങ് പോയി. എന്നിട്ട് ആ വികാരിച്ചനോട് പറഞ്ഞാൽ കൊച്ചിനോട് വസ്ത്രം ധരിച്ചുകൊണ്ട് വരാൻ പറയാൻ. എന്തൊരു നാണം കേടാണ്. തലേ തുണിയില്ല എന്നുള്ള, എവിടെയാ തുണി ഉള്ളത്? നമുക്ക് ക്രിസ്മസൊക്കെ ആഘോഷിക്കാൻ എന്താണ് അവകാശം? നമ്മളങ്ങ് ഇളകിയിരിക്കുകയാണ്. ലാളിത്യം നമ്മൾ നഷ്ടപ്പെട്ടു. നമ്മൾ കുറേ പണം കണ്ടപ്പോഴത്തേക്ക് നമ്മളങ്ങ് ഇളകി. കല്യാണം പോയി ശവമടക്കാണേലോ ബ്യൂട്ടീഷ്യനെ വിളിച്ച് ഡെഡ് ബോഡി ഡെക്കറേറ്റ് ചെയ്യുക.
അല്ല ഇവൻറ്റിലുണ്ടെന്നോ, ഇവൻറ്റ് മാനേജ്മെൻറ്റിൽ അതെല്ലാം ഉണ്ടെന്നോ, എല്ലാം കൂടെ പെട്ടിയൊക്കെ ഉൾപ്പെടെ അച്ഛാ 2 ലക്ഷമേ ഉള്ളൂ. ഞാനിരുന്നൊരു പള്ളിയിൽ എൻ്റെ കർത്താവ് 10-12 വർഷം ഒരു അപ്പച്ചനിങ്ങനെ വാദം വന്നങ്ങ് ചുരുണ്ടുകൂടി കൈയെല്ലാം ഇങ്ങനെ ഇരിക്കുക. അമ്മച്ചി അപ്പച്ചൻ കഞ്ഞി തന്നെ മിക്സിക്ക് അകത്ത് അടിച്ച് വെള്ളം പോലെ ആക്കിയൊക്കെ കൊടുക്കുന്നത്. ഭയങ്കര കഷ്ടപ്പാട്. ഏതായാലും അപ്പച്ചൻ മരിച്ചു. അപ്പച്ചൻ മരിച്ചപ്പോൾ ഞാൻ തന്നെ ശുശ്രൂഷ ഞാൻ പറഞ്ഞു വീട്ടിലെ ശുശ്രൂഷ അവസാനിച്ചിരിക്കുന്നു, ഡെഡ് ബോഡി പള്ളിയിലോട്ട് കൊണ്ടുപോകാം. അങ്ങനെ അങ്ങോട്ട് പറയും എൻ്റെ അപ്പച്ചോ എന്ന് പറഞ്ഞ 4 പിള്ളേർ ഇങ്ങോട്ടും 4 ചെറുപ്പക്കാർ ഇങ്ങോട്ടും 4 ചെറുപ്പക്കാർ അങ്ങോട്ടും. എൻ്റെ അപ്പച്ചോ. ഞാൻ ട്രസ്റ്റിയോട് ചോദിച്ചു ഇതാരാവേ? അപ്പം എൻ്റെ കൊച്ചുമക്കളോ? അല്ല ചാ, ഇവൻറ്റ് ഇവൻറ്റുകാർ വന്നേക്കുകയാണ്, കരയാൻ വന്നേക്കുകയാണ്. ഞാൻ ചിരിക്കാൻ വേണ്ടി നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ നടക്കുന്ന അക്രമമാണ് ഞാനീ പറയുന്നത്. നമുക്ക് ക്രിസ്മസ് ആഘോഷിക്കാൻ എന്താണ്? നമ്മുടെ ലാളിത്യം നഷ്ടപ്പെട്ടിരിക്കുന്നു. എല്ലാ ഹൃദയത്തിൽ സംഗ്രഹിച്ച് മൗനമായിരുന്ന മറിയ. ഒന്നും ഇളകിയില്ല, ഒന്നും കണ്ട് ഇളകിയില്ല. ഇളകാത്ത മറിയ. പിന്നീടുള്ള കന്യാമറിയാമിനെ കാണുന്നത് യേശു കുഞ്ഞിനെയും കൊണ്ട് പള്ളിയിൽ പോവാ. 8-ാം നാളിൽ കൊണ്ടുപോയി 12-ാം വയസ്സിൽ പള്ളിയുമായിട്ട് ബന്ധിപ്പിച്ച് നിർത്തണം. നമ്മുടെ ഈ സുറിയാനി ക്രിസ്ത്യാനികൾ ആ കാര്യത്തിൽ പരാജയപ്പെട്ടു പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം ഞങ്ങളുടെ ഒന്നും പള്ളിയിൽ പിള്ളേരില്ല. എല്ലാവരും ഓസ്ട്രേലിയ, കാനഡയൊക്കെ, അത് വേറെ. മക്കളെ ദേവാലയവുമായി ബന്ധിപ്പിച്ച് നിർത്തണം. ദേവാലയം എന്ന് പറഞ്ഞാൽ നമ്മുടെ പൈതൃകമാണ്, നമ്മുടെ പാരമ്പര്യമാണ്, നമ്മുടെ വിശ്വാസമാണ്. ഇത് വാങ്ങിക്കാൻ കിട്ടുന്ന കാര്യമല്ല. ഇത് നമ്മുടെ അവകാശമായിട്ട് കരുതണം. മാർത്തോമാ സഭയെക്കുറിച്ച് ഞാൻ മറ്റൊരു സമുദായത്തിൽ പിറക്കേണ്ട ആളായിരുന്നെങ്കിലും ഞാൻ എൻ്റെ സഭയെക്കുറിച്ച് അഭിമാനം കൊള്ളുന്നു. എനിക്ക് യേശുവിനെ കാണിച്ചു തന്ന എൻ്റെ സഭയാണ്. നമുക്ക് യേശുവിനെ കാണിച്ചത് നമ്മുടെ സഭയല്ലേ? അപ്പ അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ യേശു എന്ന് പറയാൻ പഠിപ്പിച്ചത് ആരാണ്? ആ സഭയെ എങ്ങനെയാണ് മറക്കുന്നത്? ഇപ്പം അങ്ങോട്ട് കാസർഗോഡ് കഴിഞ്ഞാൽ പിന്നെ പിള്ളേർ തിരിച്ചു വരുന്ന മർത്തമ്മക്കാരനല്ലാതായിട്ടാണ്. പള്ളി കണ്ട കാർക്കിച്ചു തുപ്പും. എങ്ങനെയും മക്കളെ വളർത്താൻ നമുക്ക് അവകാശമില്ല. ദൈവവുമായിട്ട് ബന്ധിപ്പിച്ച് നിർത്തണം, സഭയുമായി ബന്ധിപ്പിച്ച് നിർത്തണം, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകും. ഇപ്പം ഇതൊക്കെ ഒരു ഫാഷനായി തീർന്നേക്കാം. നമ്മുടെ പിള്ളേരെ വീഴിക്കാൻ വേണ്ടി കെണികൾ ഒരുക്കി കാത്തിരിക്കുന്നു. കെണികളുണ്ട്. കഴിഞ്ഞിടയ്ക്ക് നിങ്ങളെല്ലാം കണ്ടതാണല്ലോ വാട്സപ്പിൽ. പാലാ രൂപതയിലെ തറയിൽ തിരുമേനിയെ കാണാനായി, പാലായിലായിരുന്നു തിരുമേനിയെ കാണാൻ ഒരു ഫാമിലി ചെന്നു. കത്തോലിക്ക ഫാമിലിയാണ്. ഏക മകൾ, പ്രൊഫസർമാരാണ് അപ്പനും അമ്മയും, നല്ലൊരു കുടുംബം. അവൾ MBBS പഠിക്കാൻ പോയപ്പോൾ ഇതര സമുദായത്തിൽപ്പെട്ട ഒരുത്തനുമായി സ്നേഹത്തിലായി. അവൻ MBBS ഒന്നും പഠിക്കുന്നവനൊന്നുമല്ല, പഠിത്തമൊന്നും ഉള്ളവനൊന്നുമല്ല. അവനുമായിട്ട് ചങ്ങാത്തത്തിലായി. അവൾ കല്യാണം കഴിക്കണം. ഇവൾ ചെന്ന് അപ്പനോട് അമ്മയോട് പറഞ്ഞു, ആകുന്ന അവർ പറഞ്ഞിട്ട് ആകെ ഏക മകളാണ്, കൊള്ളാവുന്നൊരു കുടുംബത്തിലെ. അവർ പറഞ്ഞിട്ടൊന്നും അവൾക്ക് ഒക്കുന്നില്ല, കിട്ടിയേ പറ്റത്തുള്ളൂ. എന്നിട്ട് ഇവൾ പറഞ്ഞു എനിക്ക് തിരുമേനിയെ ഒന്ന് കാണണം, പിതാവിനെ ഒന്ന് കാണണമെന്ന്. അപ്പം അപ്പനും നീ എന്തിനാ ഇനി പിതാവിനെ കാണുന്നത്? അല്ല എനിക്കൊന്ന് കാണണം. എന്നാൽ ഈ പോക്കി എടുത്തുകൊണ്ട് അരമനയിൽ ചെന്നു. തിരുമേനിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. തിരുമേനി ഉടനെ പറഞ്ഞു, മോളെ നീ എന്നോട് ക്ഷമിക്കണമെന്ന്, നീ എനിക്ക് ക്ഷമ തരണം. അപ്പോൾ അവൾ പറഞ്ഞത് പിതാവ് എന്നോട് എന്തോ ചെയ്തു, ഞാൻ എന്തോ ക്ഷമിക്കാനാണ്. ഉടനെ അദ്ദേഹം പറഞ്ഞു, മോളെ യേശു ഏക രക്ഷകനാണ് നിന്നെ പഠിപ്പിക്കാൻ എൻ്റെ സഭ മറന്നുപോയി, നിന്റെ മാതാപിതാക്കൾ മറന്നുപോയി, ഞാൻ മറന്നുപോയി, അതിനാ ക്ഷമ തരണമെന്ന് പറഞ്ഞത്. യേശു ഏക രക്ഷകൻ. ഇത് നമ്മുടെ മക്കളെ പഠിപ്പിക്കണം. അത് പഠിച്ചു കഴിഞ്ഞാൽ അവരതിൻ്റെ ഇതിനെ പുറകെ പോകുകയില്ല. എന്നിട്ട് തിരുമേനി ചോദിച്ചു, മോളെ അവനെ ഇങ്ങോട്ട് കൊണ്ടുവരരുതോ? അയ്യോ തിരുമേനി, അതൊക്കെ അവർ വലിയ സ്ട്രോങ് ആണ്, അവരൊക്കെ വലിയ സ്ട്രോങ് ആണ്. അതിൻ്റെ അർത്ഥം എന്താ? നമ്മളൊക്കെ വീക്ക്. എന്തിനാ ഇങ്ങനെ വീക്കായിട്ടിരിക്കുന്നത്? മക്കളെ വളർത്താൻ പഠിക്കണം. മക്കളെ വളർത്താൻ പഠിക്കണം. 15 വയസ്സ് വരെ അവർ പറഞ്ഞാൽ കേൾക്കുമായിരുന്നല്ലോ. അപ്പോൾ കൊടുക്കേണ്ടത് കൊടുക്കണം. ദൈവവുമായി ബന്ധിപ്പിച്ച്, സഭയുമായി ബന്ധത്തിൽ, ദേവാലയവുമായി ബന്ധത്തിൽ നിർത്തണം. യേശുവിനെ ദേവാലയത്തിൽ കൊണ്ടുപോയി. എന്നിട്ട് തിരിച്ചു വരുന്ന വഴി കണ്ടില്ല. അപ്പോൾ എന്താ വിചാരിച്ചേ? മാവൻ്റെ കൂടോ അമ്മാവൻ്റെ കൂടോ അല്ലേ, സ്വന്തക്കാരുടെ കൂടെ ഒക്കെ കാണും. എന്നൊക്കെ ഈ സ്വന്തവും ബന്ധവും ഒക്കെ ഉണ്ട്. നമുക്കിപ്പം നമ്മുടെ അമ്മാവൻ്റെ പേരറിയാവോ? നമ്മുടെ അങ്കിളിൻ്റെ ഫോൺ നമ്പർ നമ്മുടെ ഫോണിനകത്ത് എല്ലാം ഫോണിൻ്റെ മീൻകാരൻ അങ്കിളിൻ്റെ ഉണ്ട്, തെങ്ങേ കയറുന്ന അങ്കിളിൻ്റെ ഉണ്ട്, സ്വന്തം അങ്കിളിൻ്റെ ഉണ്ടോ? അന്നൊക്കെ ആ ഒരു പരസ്പര ബന്ധമൊക്കെ ഉണ്ടായിരുന്നു. ഒരു ഗ്രാമത്തിൽ ജീവി ഒരുമിച്ച് വരികയും പോവുകയും അവർ നോക്കിക്കോളും എന്നൊക്കെ കരുതി. പക്ഷെ മൂന്നാമത്തെ ദിവസം കണ്ടില്ല. അപ്പോൾ അപ്പനും അമ്മയും കൂടെ എങ്ങോട്ടാണ് തിരക്കി പോയേ? KFCയിലോട്ടാണോ? നമ്മുടെ ചെറുക്കനെ കാണാതെ നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. പള്ളിയിലോട്ട് ആരെങ്കിലും പോകും?
ഇല്ല, അവൻ കാണാൻ സാധ്യതയുള്ള ചിലരങ്ങളുണ്ട്, മക്ഡൊണാൾഡോ അങ്ങനെ കാണാൻ അവിടോട്ടാണ് പോകുന്നത്. പക്ഷെ എൻ്റെ കുഞ്ഞിൻ്റെ അടുത്ത് കാണും എന്നറിയായിരുന്നു അവർക്ക്. അവിടെ ചെന്നുടനെ വിശുദ്ധ കന്യമറിയാം ഒരു പ്രസ്താവന ചോദിക്കുന്നു. എന്തോ ചോദിക്കുന്നേ? നീ ഒന്നും പറയത്തില്ലല്ലേ? ഞങ്ങളോട് ഈ ചെയ്തത് എന്ത്? നിന്റെ അപ്പനും ഞാനും, അതോ ഞാനും നിന്റെ അപ്പനും വന്നോ? പ്രാക്ടിക്കൽ ലെസൺ ഫ്രം ദ ലൈഫ് ഓഫ് സെയിൻറ്റ് മേരി. അപ്പന് കൊടുക്കേണ്ട പ്രാധാന്യം മക്കളുടെ അടുക്ക് വെച്ച് കൊടുക്കണം. ഒരിക്കലും മക്കളുടെ മുമ്പിൽ വെച്ച് അപ്പനെ താഴ്ത്തരുത്. അപ്പൻ ആശാരിയായിരിക്കാം, വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലായിരിക്കാം, പക്ഷേ മകൻ്റെ മുമ്പിൽ വെച്ച് അപ്പനെ പുകഴ്ത്തിയേ സംസാരിക്കാവൂ. ചില വീടുകളിൽ തിരിച്ചാണ്, ഭാര്യയാണ് മുമ്പിൽ. അത് ചോദിച്ചാൽ പറയാം, അന്ന് കല്യാണം കഴിപ്പിച്ചപ്പോൾ അച്ഛൻ മുമ്പിൽ പിടിച്ച് നിർത്തി, അത് മിന്നു കെട്ടാൻ വേണ്ടി നിർത്തിയെന്നേ ഉള്ളൂ, അത് കഴിഞ്ഞ് താഴോട്ട് പോകണം. അന്നേരം ചിലർ അന്ന് മുമ്പിൽ കയറി നിൽക്കുന്ന പിന്നെ താഴോട്ട് പോകത്തില്ല. നമ്മുടെ വീട്ടിൽ, നമ്മുടെ കേരളത്തിലെ ഇതനുസരിച്ച് ഇപ്പോഴും ഗ്രഹനായകൻ അപ്പനാണ്. റേഷൻ കാർഡിൽ അമ്മയാണ്, എന്നാലും ഗ്രഹനായകൻ അപ്പൻ തന്നെയാണ്. അപ്പന് കൊടുക്കേണ്ട പ്രാധാന്യം അപ്പന് കൊടുക്കണം. യേശുക്രിസ്തു ആദ്യമായിട്ട് ലോകത്ത് സംസാരിച്ചായിട്ട് വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന വാചകം അതാണ്, ഞാൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ ഇരിക്കേണ്ടതല്ലയോ. പിന്നെ വന്നിട്ട് മാതാപിതാക്കൾക്കൊപ്പം താണ് ജീവിച്ചു എന്ന് നമ്മൾ വായിക്കുന്നത്. പിന്നീട് നമ്മൾ കന്യമറിയാമിനെ കണ്ട് പ്രധാനപ്പെട്ട സ്ഥലമാണ് കാനാവിലെ കല്യാണ വീട്. ഗലീലയിലെ കാനാവിലൊരു കല്യാണം ഉണ്ടായി. ഗലീലയിലെ കാനാവ്, വേറെ കാനാവുണ്ട്. ഗലീലയിലെ കാനാവിൻ്റെ പ്രത്യേകത, ഒരിക്കലും അവിടെ വീഞ്ഞ് പോരാതെ വരാൻ പാടില്ല. കാരണം വീഞ്ഞ് ഒഴുകുന്ന എല്ലാ വീട്ടിലും മുന്തിരിച്ചക്കുള്ള നാടാണ് ഗലീലയിലെ കാനാവ്. അവിടെയാണ് വീഞ്ഞ് പോരാതെ വന്നത്. പ്രിയപ്പെട്ടവർ, നമ്മളെല്ലാം ഇത് അനുഭവിച്ചതാണ് അല്ലേ? നമ്മുടെ ഫ്ലഡിൻ്റെ സമയത്ത് അല്ലെങ്കിൽ കോവിഡിൻ്റെ സമയത്ത് പണം കയ്യിലുണ്ട്, പക്ഷേ ഒന്നും കിട്ടുന്നില്ല. എല്ലാം ഉണ്ടെങ്കിലും ഒന്നുമില്ലാത്ത അവസ്ഥ. അതാണ് ആ വീട്ടിലും സംഭവിച്ചത്. ആ വീട്ടിൽ കന്യമറിയാം ഉണ്ടായിരുന്നു. കന്യമറിയാമിനെ ക്ഷണിച്ചിരുന്നു. ആ കല്യാണ വീട്ടിൽ കന്യമറിയാം ഉണ്ടായിരുന്നു. കല്യാണം എന്നൊക്കെ പറയുന്നത് വലിയ സന്തോഷത്തിൻ്റെ അവസരമാണ്. ഒരു ഗ്രാമത്തിലെ സന്തോഷത്തിൻ്റെ അവസരം. ചിലർക്ക് ഈ സന്തോഷം പങ്കുവെക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. കല്യാണത്തിനൊക്കെ പോയാലും എന്തേലും കുറ്റം പറയും. ശരിക്കും തട്ടിയിട്ട് വന്നിട്ട്, ഓ വെള്ളച്ചോറായിരുന്നു വേണ്ടി, ചുമന്നായിപ്പോയി. എല്ലാത്തിനൊരു കുറ്റം പറഞ്ഞാലേ അടങ്ങത്തുള്ളൂ. കാരണം ഒരു സന്തോഷത്തിൻ്റെ അവസരം അറിഞ്ഞു. അവിടുത്തെ കുഞ്ഞിന് എല്ലാത്തിനും A+ കിട്ടി, ഓ കോപ്പി അടിച്ചതായിരിക്കും. അവിടുത്തെ കൊച്ചിന് BSc നഴ്സിംഗ് അഡ്മിഷൻ, ഓ അംഗീകാരം ഇല്ലാത്ത ആശുപത്രിയായിരിക്കും. നമുക്കറിയാം ഇതൊക്കെയുള്ള, എന്നാലും ഒന്ന് പറഞ്ഞെങ്കിലേ നമുക്കൊരു സുഖമുള്ളൂ. മറ്റുള്ളവരുടെ സന്തോഷം പങ്കുവെക്കാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്. നിങ്ങളുടെ അയൽക്കാരും നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ആകെപ്പാടെ നമ്മൾ അയൽപക്കത്തോട് നോക്കുന്ന എപ്പോഴാണ്? ഇപ്പോൾ അതുമില്ല. ഇപ്പോൾ കറണ്ട് പോക്കില്ലല്ലോ. ഇത് കറണ്ട് പോകുമ്പോൾ നോക്കും. എന്തിനാണ് നോക്കുന്നേ? അവരുടെ പോയില്ല നമുക്ക് എന്തൊരു സങ്കടമാണ്. നമ്മുടെ പോയി നമുക്ക് യാതൊരു വിഷമവും ഇല്ല, പക്ഷെ അവരുടെ പോയില്ല ഉടനെ വിളിക്കും നമ്മളെ മന്ത്രി. അയൽപക്കവുമായിട്ട് നമുക്കൊരു ബന്ധമുണ്ട്. ദൈവം കൊണ്ട് തന്നതാണ് അയൽപക്കം. ആ അയൽപക്കത്ത് നമുക്കൊരു മിനിസ്ട്രി ഉണ്ട്. അവരുടെ പോരാതെ വന്നപ്പോൾ, വീഞ്ഞ് പോരാതെ വന്നപ്പോൾ അവർ എന്ന് കന്യമറിയാമല്ലോ, അയ്യോ ഞങ്ങളുടെ വീഞ്ഞ് തീർന്നു പോയി, ഞങ്ങളെ സഹായിക്കണം. വീഞ്ഞ് പോരാതെ വരിക എന്നൊരു രഹസ്യ പ്രശ്നമാണത്. ഒരു അന്തസ്സിൻ്റെ പ്രശ്നമാണ്. ആജീവനാന്തം നിലനിൽക്കുന്നൊരു പ്രശ്നമാണത്. നാണംകേടിൻ്റെ പ്രശ്നമാണ്. അവരുടെ ജീവിതം തകർന്നു പോകാവുന്ന ആ പ്രശ്നം കന്യമറിയുമായിട്ട് പങ്കുവെക്കത്തക്കവണ്ണം കന്യമറി അത്ര വിശ്വസ്തയായിരുന്നു. നമ്മുടെ അയൽപക്കത്തെ ഒരു പ്രശ്നം നമ്മളോട് ആരെങ്കിലും പറയാറുണ്ടോ? നമ്മുടെ അയൽപക്കത്ത് നമുക്കൊരു വലിയ മിനിസ്ട്രി ചെയ്യാനുണ്ട്. അയ്യോ ഞങ്ങളുടെ വീഞ്ഞ് തീർന്നു പോയി. അന്നെ കന്യമറി എന്താ പറഞ്ഞത്? യേശുവിനോട് പറ. അതാണ് സുവിശേഷം. നമ്മുടെ കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇതുവരെയായിട്ട് നമ്മുടെ അയൽപക്കത്തെ വീടുകളെല്ലാം തുറന്നു കിടക്കുകയായിരുന്നു സുവിശേഷത്തിന് വേണ്ടി. ഇനി എങ്ങനെയെന്നറിയത്തില്ല. ഇന്ന് വരെ അടഞ്ഞിട്ടില്ലായിരുന്നു സുവിശേഷത്തിന് വേണ്ടി. നമ്മൾ ആരുടെയും പറഞ്ഞോ യേശു മതിയായവനാണെന്ന് പറഞ്ഞോ? ആരുടെ ചുമതലയാണിത്? സുവിശേഷ സമാജമൊക്കെയാണല്ലോ കൺവെൻഷൻ നടത്തുന്നത്. യേശു മതിയായവനാണ് നിങ്ങളുടെ പ്രശ്നത്തിന് എന്ന് പറഞ്ഞോ? എന്നോട് പറയേണ്ടത് യേശുവിനോട് പറ. ഇതാണ് സുവിശേഷം. എൻ്റെ അമ്മച്ചിയുടെ വീട് കീക്കിഴൂരാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. എൻ്റെ അമ്മച്ചിയുടെ ജ്യേഷ്ഠത്തിയുടെ മകൻ 2016 മരിച്ചു. അദ്ദേഹം KSCBയിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹത്തിൻ്റെ അടക്കത്തിന് ഞാനും എൻ്റെ ഫാദറും എൻ്റെ സിസ്റ്ററും ഒക്കെ പോയി. ഇപ്പം ഞങ്ങൾക്ക് ഞങ്ങളുടെ വീടുകളിൽ പ്രവേശനമുണ്ട്. എൻ്റെ പഴയ പിണക്കമൊക്കെ മാറി ഞങ്ങളെ സ്വീകരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അടക്കത്തിന് ഞങ്ങൾ ചെന്നപ്പോൾ ആ കീക്കഴൂർ എന്ന് പറഞ്ഞ പ്രദേശത്തുള്ള നായർ തറവാടുകളൊക്കെ ഞങ്ങൾക്ക് ബന്ധപ്പെട്ടാണ്. ഓടലെങ്കിൽ
വലിയ കാലായിൽ, മലമന്നത്ത് എന്നൊക്കെ പറഞ്ഞ ഞങ്ങളുടെ കുടുംബങ്ങളാണ്. ഒത്തിരി മുത്തശ്ശിമാരൊക്കെ അവിടെ വന്നിട്ട്, അമ്മൂമ്മമാരൊക്കെ അവിടെ വന്നിട്ടുണ്ട്. ഞാൻ കുപ്പായൊക്കെ ഇട്ടുകൊണ്ടാണ് പോയത്. എന്നെ കണ്ടുകൊണ്ട് ഓടി എല്ലാവരും വന്ന് ഒത്തിരി പിടിക്കുകയും കെട്ടിപ്പിടിക്കുകയും ഉമ്മ തരികയൊക്കെ ചെയ്തു. ഒരമ്മൂമ്മ എന്നോട് പറയുകയാണ്, മോനെ, പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ നമ്മുടെയൊക്കെ വീടുകളിൽ ഭാരവും പ്രയാസവും ദീനവും ദണ്ണവും ഒക്കെ വരുമ്പോൾ ഈ മാർത്തമ്മ പള്ളിയിലെ ആളുകൾ വന്ന് പാടുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന വലിയൊരു ആശ്വാസമായിരുന്നു. ഇപ്പോൾ ഒരെണ്ണം കയറത്തില്ല. മാർത്തമ്മ സഭയെക്കുറിച്ച് ഞാൻ വിഷമിച്ച് സങ്കടപ്പെട്ടൊരു പ്രസ്താവനയാണത്. പണ്ടൊക്കെ ഇവർ വന്ന് പാടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് വലിയൊരു ആശ്വാസമാണ്. ഇപ്പോൾ ഒരെണ്ണം കയറത്തില്ല. അവരെന്ത് ചെയ്തു നമ്മളോട്? പ്രിയപ്പെട്ടവർ, നമുക്ക് അയൽപക്കത്തൊരു വലിയ മിനിസ്ട്രി ചെയ്യാനുണ്ട്. അവരുടെ പോരായ്മയുടെയും പ്രശ്നങ്ങളുടെയും മധ്യ എൻ്റെ യേശു മതിയായവനാണ് എന്ന് പറയണം. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? അതുകൊണ്ട് ദൈവനാമം മഹത്വപ്പെട്ടവിടെ വെള്ളം വീഞ്ഞായി എന്നുള്ളത് മാത്രമല്ല, ആദ്യത്തെ അടയാളം ചെയ്ത് ദൈവനാമം മഹത്വപ്പെട്ടു. ദൈവനാമം മഹത്വപ്പെടുന്നതാണ് അത്ഭുതം. ദൈവനാമം മഹത്വപ്പെടണം. ആ അത്ഭുതത്തിൽ നമുക്കും പങ്കാളികളാകാം. അതാ ഇവിടെ ചെയ്യുന്നത്. ഇപ്പം പല സാമൂഹ്യ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞല്ലോ. തകർന്നു കിടക്കുന്ന വീട് പണിത് കൊടുത്താൽ, തകർന്നു കിടക്കുന്ന വീട് അത് പണിത് കൊടുക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ് എന്ന് കാണുന്നവർ പറയും, അതാണ് അത്ഭുതം. ദൈവനാമം മഹത്വപ്പെടണം. നമുക്കൊക്കെ ദൈവം പണമൊക്കെ തന്നിരിക്കുന്നത് നമ്മളുടെ ദൈവനാമം മഹത്വപ്പെടുന്നതിനാണ്. അയൽപക്കത്ത് നമുക്കൊരു വലിയ ചുമതല നിർവഹിക്കാനുണ്ട്. എൻ്റെ അമ്മച്ചി മരിച്ചത് 79-ാമത്തെ വയസ്സിലാണ്. തലവടി സെൻറ്റ് ജോൺസ് പള്ളിയിലായിരുന്നു അടക്കം. ഞങ്ങളന്ന് കൊല്ലാട് പള്ളിയിൽ പ്രവർത്തിക്കുമ്പോഴാണ് ആദ്യമായിട്ടാണ് ഞങ്ങളുടെ വീട്ടിലൊരു മരണം. അമ്മച്ചിക്ക് അങ്ങനെ മരണകരമായ അസുഖമൊന്നും ഇല്ലായിരുന്നു. 79 വയസ്സുണ്ടായിരുന്നേ ഉള്ളൂ. ഒരു ദിവസം ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മച്ചിയെ നോക്കാനൊരു ലേഡി ഉണ്ടായിരുന്നു, എൻ്റെ അപ്പച്ചനുമുണ്ട്. ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പച്ചനോട് അമ്മച്ചി പറഞ്ഞു, അപ്പച്ചൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞു 4 മണിക്ക്. അപ്പച്ചൻ പറഞ്ഞു 4 മണിക്ക് പ്രാർത്ഥിക്കുന്ന പതിവില്ലല്ലോ, അപ്പച്ചൻ പ്രാർത്ഥിക്കാൻ. എന്നിട്ട് പ്രത്യേകിച്ച് പറഞ്ഞു, ഞാൻ മരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ. അങ്ങനെ മരണകരമായ അസുഖമൊന്നുമില്ല. അപ്പച്ചൻ പറഞ്ഞു, ഞാനങ്ങനെ പ്രാർത്ഥിക്കുന്നില്ല. അമ്മച്ചൻ നിർബന്ധിച്ചു, ഞാൻ മരിക്കാൻ വേണ്ടി അപ്പച്ചൻ പ്രാർത്ഥിക്കാൻ. അപ്പച്ചൻ ഒരു പാട്ട് പാടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അമ്മച്ചി കട്ടിലോട്ട് കിടന്നു മരിച്ചു. അങ്ങനെയായിരുന്നു മരിച്ചത്. പെട്ടെന്ന് ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് ഞാൻ കാർ ഓടിച്ച് അവിടെ വീട്ടിൽ ചെന്നപ്പോൾ ഒരു ആംബുലൻസ് വന്ന് കിടപ്പാണ്. ഞാൻ വിളിച്ചതല്ല. പുഷ്പഗിരി ഹോസ്പിറ്റലിൽ മോർച്ചറി വെക്കാൻ വേണ്ടി കൊണ്ടുപോകാൻ വേണ്ടി ആംബുലൻസ് വിളിച്ചു. ആരെന്ന് ഞങ്ങളുടെ പള്ളിയിലൊരു ആളുണ്ട്, ഒരു സാധാരണ മർത്തോമാക്കാരൻ. പഞ്ചായത്ത് മെമ്പറല്ല, പള്ളി സെക്രട്ടറി അല്ല, മണ്ഡലാംഗമല്ല, ഒന്നുമല്ല. ഒരു സാധാരണ മർത്തോമാക്കാരൻ. അദ്ദേഹം പറഞ്ഞു, അച്ഛൻ ഞാൻ വിളിച്ചു ചോദിച്ചു അവിടെ മോർച്ചറി സ്ഥലമുണ്ട്. എന്നിട്ട് ഞാൻ പിറ്റേ ദിവസം വെളുപ്പിനെ കല്ലറയ്ക്ക് സ്ഥലം കാണാൻ ചെന്നപ്പോൾ ഉണ്ട് അദ്ദേഹം ഞാൻ 6 മണിക്ക് ചെന്നു. അതിന് മുമ്പേ അദ്ദേഹം വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അമ്മയല്ല മരിച്ചത്, എൻ്റെ അമ്മയാണ്. അദ്ദേഹം പറഞ്ഞു, ഈ സ്ഥലം പോരാഴ്ച എന്നെ സ്ഥലം കാണിച്ചു. എന്നിട്ട് പറഞ്ഞു, വെച്ചാൽ കല്ലറ കെട്ടാൻ വേണ്ടി ഞാൻ മേശിരിയൊക്കെ വിളിച്ചിട്ടുണ്ട്, ഇഷ്ടിക ഞങ്ങളുടെ വീട്ടിലുണ്ട്, മെറ്റലിന് ഓർഡർ ചെയ്തിട്ടുണ്ട്, സിമെൻറ്റും പറഞ്ഞിട്ടുണ്ട്. ആശാരി 7 മണിക്ക് വരും, മേശിരി 7 മണിക്ക് വരും. എന്നിട്ട് പറയാം, അച്ഛാ ക്രിസോസ്റ്റം തിരുമേനി വ്യാഴാഴ്ച 11 മണിക്ക് വരാം. ഞാൻ ചെയ്ത കാര്യമല്ല. ഞാൻ അവിടെ നിന്ന് കരഞ്ഞുപോയി. എൻ്റെ അമ്മയാണ് മരിച്ചതെങ്കിലും സ്വന്തം അമ്മയെപ്പോലെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഒരു മർത്തമ്മക്കാരൻ. ഞാൻ വിചാരിച്ച അച്ഛൻ്റെ അമ്മയായിട്ട്. അങ്ങനല്ല, ആ ദേശത്ത് ആരുടെ ഏത് പ്രശ്നത്തിലും ഇടപെടുന്ന മർത്തം ഒരു സഭാംഗം. ഇതിനാണ് ദൈവം നമ്മളെ നിയമിച്ചിരിക്കുന്നത്. കന്യമറിയ ആ വീടിൻ്റെ വേദന മാറ്റി. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. പിന്നീട് നമ്മൾ കന്യമറിയാവനെ കാണുന്നത് കാൽവരിയുടെ ചുവട്ടിലാണ്. തൻ്റെ പ്രിയ മകൻ, 5 മക്കളുള്ളതിൽ മൂത്ത മകൻ 33-ാമത്തെ നിറയൗവനത്തിൽ ലോകത്തിലേക്കും ക്രൂരമായ മരണം വരിക്കുന്നത് കാണേണ്ടി വന്ന അമ്മ ഇട്ടേച്ച് പോയില്ല. ക്രൂശിൽ നിന്ന് ഇറങ്ങി വരാനായിട്ട് ആഗ്രഹിച്ചില്ല. നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാള് കടക്കുമെന്ന് പറഞ്ഞ നാൾ മുതൽ വിശുദ്ധ കന്യമറിയാം അതിനുവേണ്ടി ഒരുങ്ങുമായിരുന്നു. വിശുദ്ധ കന്യമറിയാമിനറിയാം, എൻ്റെ കുഞ്ഞ് മരണത്തെ ജയിക്കും, ഈ കുരിശിനെ താഴ്ത്താൻ ഉയർത്തെഴുന്നേൽക്കും. ക്രൂശിൽ നിന്ന് ഇറങ്ങി വരാനായിട്ട് പറഞ്ഞില്ല. പ്രിയപ്പെട്ടവരെ, കുരിശ് നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനമല്ല. കുരിശിനപ്പുറത്തൊരു നിത്യജീവൻ, ഉയർത്തെഴുന്നേൽപ്പുണ്ട്, ഒരു നിത്യജീവനുണ്ട്. ആ പ്രത്യാശയുടെ വചനം നാം പങ്കുവെക്കണം. നിരാശ ബാധിച്ചിരിക്കുന്ന ഈ ലോകത്തിൽ പ്രത്യാശയുടെ സന്ദേശം പകരുന്നവരായിരിക്കണം നമ്മൾ. ഈ മണ്ണ് കൊണ്ട് മരം കൊണ്ടും അവസാനിക്കുന്നതല്ല നമ്മുടെ ജീവിതം. ഇതിനപ്പുറത്ത് ഉയർത്തെഴുന്നേൽപ്പുണ്ട്. നമ്മളൊക്കെ ഉപയോഗിക്കുന്ന പ്ലെയിൻ കുരിശാണല്ലോ. ആ പ്ലെയിൻ കുരിശ് എന്താണ് വിളിച്ചു പറയുന്നത്? പ്രിയപ്പെട്ടവർ മരിക്കുമ്പോൾ തലയ്ക്കൽ പ്ലെയിൻ കുരിശ് വെക്കുന്നത് എന്തിനാണ്? ആ കുരിശ് വിളിച്ചു പറയുന്നത് എന്താണെന്നറിയാമോ?
ഈ കുരിശിനെ യേശു ഉയർത്തെഴുന്നേറ്റ പോലെ എൻ്റെ അപ്പച്ചൻ ഉയർത്തെഴുന്നേൽക്കും, എൻ്റെ അമ്മച്ചി ഉയർത്തെഴുന്നേൽക്കും, എൻ്റെ കുഞ്ഞ് ഉയർത്തെഴുന്നേൽക്കും. ആ പ്രത്യാശയാണ് നമ്മൾ നിറയേണ്ടത്. നമ്മൾ കാണുമ്പോൾ, കുരിശ് കാണുമ്പോൾ അതാണ് നമ്മൾ ഓർക്കുന്നത്. നമ്മൾ ക്രൂശിക്കപ്പെട്ട യേശുവിനെയല്ല, ഉയർത്തെഴുന്നേറ്റ യേശുവിനെയാണ് ആരാധിക്കുന്നത്. ക്രൂശിക്കപ്പെട്ട യേശുവിനെ പ്രസംഗിക്കുന്നു, ഉയർത്തെഴുന്നേറ്റ യേശുവിനെ ആരാധിക്കുന്നു. അതുകൊണ്ട് ഈ മരണം കൊണ്ട് അവസാനിക്കുന്നതല്ല നമ്മുടെ ജീവിതം. ഇതിനപ്പുറത്തൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. നിരാശ ബാധിച്ചിരിക്കുന്ന ലോകത്തിൽ ഈ പ്രത്യാശ സന്ദേശം പകരുന്നവരായിരിക്കണം നമ്മൾ. കന്യാമറിയാമിൻ്റെ ജീവിതത്തിലൂടെ ഒരോട്ട പ്രദർശനമാണ് നമ്മൾ നടത്തിയത്. ദൂതൻ തന്നെ ഏൽപ്പിച്ച ദൗത്യം വേദനയോടെയാണെങ്കിലും വിശുദ്ധ കന്യാമറിയാം ഏറ്റെടുത്തു. തൻ്റെ കുടുംബത്തിൽ, തൻ്റെ ദേവാലയത്തിൽ, തൻ്റെ ഗ്രാമത്തിൽ ആ വലിയ ദൗത്യം നിറവേറി. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വലിയ ദൗത്യമാണ് ദൈവം നമ്മളെ ഭരമേൽപ്പിച്ചിരിക്കുന്നത്. യേശുവിൻ്റെ സാക്ഷികളായി ഈ ലോകത്ത് ജീവിക്കുക. ഞാൻ ഈയിടെ ഒരു രൂപകം വായിച്ച, അതിൻ്റെ അകത്ത് മരങ്ങൾ മനുഷ്യരോട് ചോദിക്കുകയാണ്, നിങ്ങൾ എത്രയോ മരങ്ങളെ വെട്ടി കുരിശുണ്ടാക്കി, പക്ഷേ ഒരു യേശുവിനെ കൂടെ തരാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലല്ലോ എന്ന് മരങ്ങൾ പരാതിപ്പെട്ടതായിട്ട് ഞാൻ വായിച്ചു. പ്രിയപ്പെട്ടവരെ, ഇതാ ഞാനൊരു പൈതലിനെ ഏൽപ്പിക്കുകയാണ്. അവൻ യേശു എന്ന് പേർ വിളിക്കണം. ആ യേശുവിനെ സ്വീകരിച്ച് ക്രിസ്തുവായി ലോകത്തിന് നൽകിയ അമ്മയാണ് വിശുദ്ധ കന്യാമറിയാം. ആ വിശുദ്ധയായ കന്യാമറിയാമിനെ ദൈവം തിരഞ്ഞെടുത്തു ഈ വലിയ ദൗത്യം, ലോകത്തിലെ ഏറ്റവും വലിയൊരു ഒരു ഹോളി ഫാമിലി തുടങ്ങത്തക്കവണ്ണം വിശുദ്ധ കന്യാമറിയാമിനെ തിരഞ്ഞെടുത്ത് ദൗത്യം ഏൽപ്പിച്ചു. നമ്മളെ ഓരോരുത്തർ ഈ വലിയ നൊയമ്പ് കാലത്ത് ഇതാണ് സംഭവിക്കേണ്ടത്. നമ്മളിലൂടെ യേശുവിനെ മറ്റുള്ളവർ മനസ്സിലാക്കണം. നമ്മുടെ പ്രവർത്തന രംഗങ്ങളിലൂടെ, നമ്മുടെ സംസാരത്തിലൂടെ, നമ്മുടെ രഹസ്യ ജീവിതത്തിലൂടെ, പരസ്യ ജീവിതത്തിലൂടെ യേശു ക്രിസ്തുവിൻ്റെ സാക്ഷ്യം വഹിപ്പാൻ നമുക്ക് സാധിക്കണം. അതിന് കർത്താവ് തൻ്റെ പരിശുദ്ധാത്മാവ് മൂലം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ.